السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസിൽ കശ്ഫു ശുബ്ഹാത്തിന്റെ 11ാമത്തെ സംശയവും അതിന്റെ മറുപടിയുമാണ് വിശദീകരിച്ചത്. അതിന്റെ അവസാന ഭാഗത്ത് ഒരു 2 വാചകം കൂടി സമയമില്ലാത്തതുകൊണ്ട് വായിക്കാൻ ബാക്കിയുണ്ട്. അതിന്റെ ആശയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അത് ഒഴിവാക്കേണ്ടവർക്ക് ആ വാചകം കൂടി വായിക്കാം. അതായത് 11ാമത്തെ സംശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്കുച്ചരിക്കുകയും അതോടൊപ്പം അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത് ശിർക്ക് ചെയ്ത് മുശ്രിക്കുകൾ ആകുകയും ചെയ്യുന്ന ആളുകളുടെ സംശയമാണ് ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വെച്ച് വിചാരണക്കെടുക്കാൻ വേണ്ടി ആളുകൾ ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളെ സമീപിക്കുകയും അവരോട് വിചാരണക്കെടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നത് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ് എന്ന് മുശ്രിക്കുകൾ വാദിക്കുന്നു. അതിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അതിന്റെ ചുരുക്കം, ജീവിച്ചിരിക്കുന്ന ചോദിക്കുന്ന കാര്യം ചെയ്തു തരാൻ കഴിയുന്ന സൃഷ്ടികളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ അത് ശിർക്കാകുന്ന ഇസ്തിഗാസയാവുകയില്ല, മറിച്ച് അനുവദനീയമായ കാര്യമാണ്. ആ നിലക്ക് ഈ പ്രവാചകന്മാരെ സമീപിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ ആവശ്യപ്പെടണം എന്ന് ചോദിക്കുന്നത് ഹറാമായ ഇസ്തിഗാസയല്ല, മറിച്ച് മൂസാ നബിയോട് ബനി ഇസ്രായേലിൽപ്പെട്ട ഒരാൾ തന്നെ അടിക്കാൻ വന്ന ഖിബ്തി വംശജനെതിരെ മൂസാ നബിയോട് സഹായം തേടിയതിനെക്കുറിച്ച് ഖുർആൻ ഇസ്തിഗാസ എന്ന വാക്ക് സൂറത്തുൽ ഖസസിലെ 15ാമത്തെ ആയത്തിൽ ഉപയോഗിച്ചതുപോലെ ഉള്ള ഒരു ഇസ്തിഗാസയാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ മരിച്ചുപോയ ആളുകളോടോ ഇനി ജീവിച്ചിരിക്കുന്ന ആളുകളോട് തന്നെയോ അവരുടെ കഴിവിൽപ്പെടാത്ത അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ ചോദിച്ച് ഇസ്തിഗാസ നടത്തുന്നതിന് യാതൊരു തെളിവുമില്ല. ഇതിപ്പോ എന്റെ ചുരുക്കി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രം. അമ്മാ ബഅദ മൗതിഹി ഫഹാശ വകല്ല ഇന്നഹും ഇദാ സബത ദാലിക ഫൽഇസ്തിഗാസതു ബിൽഅംബിയാഇ യൗമൽ ഖിയാമത്തി യുരീദൂന മിൻഹും അൻ യദ്ഉല്ലാഹ അൻ യുഹാസിബൻ നാസ ഹത്താ യസ്തരിഹ അഹ്ലുൽ ജന്ന മിൻ കർബിൽ മൗഖിഫ്. ഖിയാമത്ത് നാളിൽ അമ്പിയാക്കളോട് മനുഷ്യന്മാർ ഇസ്തിഗാസ നടത്തുന്നത്, യുരീദൂന മിൻഹും ജനങ്ങൾ ഈ പ്രവാചകന്മാരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ്. പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുകയല്ല, പ്രവാചകന്മാരോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി. ഇതാണ് ആ ഹദീസിലുള്ള കാര്യം. എന്താ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്? അൻ യുഹാസിബൻ നാസ ഹത്താ യസ്തരിഹ അഹ്ലുൽ ജന്ന, സ്വർഗക്കാരായ ആളുകൾ മഹ്ശറിൽ നിൽക്കുക എന്ന ആ മൗഖിഫ്, ആ നൃത്തത്തിന്റെ വിചാരണക്കെടുക്കാതെയുള്ള വിയർപ്പിൽ മുങ്ങിക്കുളിച്ച ആ നൃത്തത്തിന്റെ പ്രയാസത്തിൽ നിന്ന് സ്വർഗക്കാരായ ആളുകൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി ജനങ്ങളെ വിചാരണ ചെയ്യാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നു എന്നത് മാത്രമാണ് ഈ ഹദീസിലുള്ളത്. വാദാ ജായിസുൻ ഫിദ് ദുനിയ, ഇങ്ങനെ ഒരാളോട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ദുനിയാവിൽ അനുവദനീയമാണ്. വല്ലാഹിറ, പരലോകത്തും അത് പറ്റും. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് അൻ തഅ്തിയ ഇൻദ റജുലിൻ സ്വാലിഹിൻ, സ്വാലിഹായ ഒരാളുടെ അടുക്കൽ നീ ചെല്ലുക. ഒരു നല്ല മനുഷ്യന്റെ അടുത്ത്, ഇനി നല്ല മനുഷ്യനല്ല വിചാരിക്കുക, അല്ലാത്ത ഒരാളെടുത്ത്, ഒരു ഗാഫറാണെങ്കിൽ പോലും, ഇനി ഒരു മുശ്രിക്കാണെങ്കിലും അവന്റെ അടുത്ത് ചെന്നിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം, വായ്പ തരണം, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണ സാധനം തരണം, അല്ലെങ്കിൽ എന്നെ ഇന്ന വിഷയത്തിൽ എന്നെ നീയും സഹായിക്കണം എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. കാരണം അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേ
ആ സഹായതേട്ടം എന്ന് പറയുന്നത് അനുവദനീയമായ കാര്യമാണ്. അത് ദുനിയാവ് പറ്റുമോ? എങ്കിൽ പരലോകത്തും പറ്റും. കാരണം പരലോകത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രവാചകന്മാർക്കും കഴിയുന്ന കാര്യമാണ്. അപ്പൊ പ്രവാചകന്മാർക്ക് കഴിയുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന കാര്യം നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി ആ ഒരാവശ്യം അള്ളാഹുവിനോട് പറയണം എന്ന് ചോദിക്കുന്നത് കഴിവിൽപ്പെടാത്ത ഒരു കാര്യം ചോദിക്കലല്ല. അതുകൊണ്ട് തന്നെ അത് ഹറാമായ ഇസ്തിഗാഥയല്ല. എന്ത റജുലിൻ സാലിഹിൻ യുജാലിസുക വയസ്മഉ കലാമക, നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ സംസാരം കേൾക്കുന്ന സാലിഹായ ഒരാളുടെ അടുക്കൽ ചെന്നിട്ട് തഖൂലു ലഹു, അയാളോട് നീ പറയുന്നു ഉദ്ഉലി, നീ ഒന്ന് എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത് ജായിസായ കാര്യമാണ്. ദുനിയാവിലും പറ്റും, ആഖിറത്തിലും പറ്റും. അപ്പോ ഈ പറയുന്ന 6 പ്രവാചകന്മാരും മഹ്ശറിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്, ഹാളിറായ ആളുകളാണ്. അവർക്ക് സംസാരം കേൾക്കാൻ പറ്റും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അവർക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യമാണ് ഈ മനുഷ്യന്മാർ പ്രവാചകന്മാരെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഇതൊരു കുഴപ്പമുള്ള കാര്യമല്ല. കമാ കാന അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലൂനഹു ഫി ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് നബിയുടെ സഹാബികൾ നബിയോട് ചോദിക്കാറുണ്ടായിരുന്നത് പോലെ. അപ്പൊ നബിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നബിയുടെ അടുത്ത് ചെന്നിട്ട് ജീവിതകാലത്ത് ദുനിയാവിൽ നബിയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചോദ്യമാണ് പരലോകത്ത്. ഒരു വ്യത്യാസം എന്താ? പരലോകത്ത് മുഹമ്മദ് നബിയോട് മാത്രമല്ല ചോദിക്കുന്നത്, അതിന്റെ മുമ്പ് നേരത്തെ പറഞ്ഞ ആദം, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമുസ്സലാം ഈ 5 പ്രവാചകന്മാരെയും സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു. അവരെ ദുനിയാവിൽ വെച്ച് ഈ ചോദിക്കുന്ന ആളുകൾ കണ്ടവരുണ്ടാകാം, കാണാത്തവരുണ്ടാകാം. കാരണം ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരുണ്ടാകാമല്ലോ ചോദിക്കുന്ന കൂട്ടത്തിൽ, അല്ലാത്തവരുണ്ടാകാം. മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ ആരും ഈ കഴിഞ്ഞ 5 പ്രവാചകന്മാരെ ദുനിയാവിൽ കണ്ടിട്ടില്ല. അപ്പൊ പരലോകത്ത് കാണുകയാണ്, അവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഹാലിറാണ്, കേൾക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരവസ്ഥയിൽ അവരോട് നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ഒന്ന് ചോദിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അത് ഹറാമായ കാര്യമല്ല എന്നതാണ് ഈ ആളുകളോട് പറയാനുള്ള മറുപടി. അമ്മാ ബഅദ മൗതിഹി ഫഹാശ വകല്ല അന്നഹും സഅലൂഹു ദാലിക ഇൻദ ഖബരിഹി. എന്നാൽ നബിന്റെ അടുക്കൽ നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബിയെ സമീപിച്ചുകൊണ്ട് നബിയോട് സഹായം ചോദിക്കുക എന്നത് അവർ ചെയ്തിട്ടുണ്ട്. അത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ നബിയുടെ മരണശേഷം നബിയുടെ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് നബിയോട് ചോദിക്കുക എന്ന കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ നബി മരിച്ചതിന് ശേഷം നബിന്റെ ഖബറൊക്കെ ചെന്നിട്ട് ജീവിതകാലത്ത് നബിയോട് ചോദിച്ച ഒരു സഹാബിയും ഇനി ജീവിതകാലത്ത് നബിയോട് ചോദിക്കാത്തൊരു സഹാബിയോ ആരാകട്ടെ നബിന്റെ ഖബറിനടുക്കെ ചെന്നിട്ട് എനിക്ക് ഇന്ന വിഷയമുണ്ട്, ഈ വിഷയം നിങ്ങളൊന്ന് അള്ളാഹിനോട് പറയണം എന്ന് ആരും ചോദിച്ചിട്ടില്ല. കാരണം എന്താ? നബി ഹയ്യല്ല, ഖബറില കിടക്കുന്നത്, ജീവിച്ചിരിക്കുന്ന ആളല്ല, മരിച്ച ആളാണ്. ഹാലിറാണോ? അല്ല. ഇവിടെ സ്ഥലത്തുണ്ടോ? ഇല്ല, ഖബറിലാണ്. പിന്നെ ഖാദിറാണോ? കേൾക്കാൻ പറ്റുമോ? ചോദിച്ചാൽ മനസ്സിലാക്കുവോ? ഇല്ല. അപ്പോ ഹയ്യോ ഹാദിറോ ഖാദിറോ അല്ലാത്ത, ജീവിച്ചിരിക്കുന്ന ആളോ സ്ഥലത്തുള്ള ആളോ കഴിവുള്ള ആളോ അല്ലാത്ത ഖബറിൽ മരിച്ചു കിടക്കുന്ന കേൾക്കാത്ത നബിയുടെ അടുക്കൽ ചെന്ന് സഹാബികൾ ആരും ഒരു കാര്യവും ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ബൽ അൻകറ സലഫ്, പൂർവികരായ ആളുകൾ, ഇവിടെ സലഫ് എന്നാൽ സഹാബികൾ, എതിർത്തിട്ടുണ്ട്. എന്തിനെ? അലാമൻ ഖസദ ദുആ അല്ലാഹി ഇൻദ ഖബരിഹി, നബിന്റെ ഖബറിനടുക്കൽ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചവനെ സലഫുകൾ, സഹാബികൾ എതിർക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഫകൈഫ, പിന്നെ എങ്ങനെയാണ് ദുആഉഹു ബിനഫ്സിഹി, നബിയോട് തന്നെ പ്രാർത്ഥിക്കുക എന്ന കാര്യമുണ്ടാവുക? നബിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ പോലും സഹാബികൾ എതിർത്തു. കാരണം എന്താ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നബിന്റെ ഖബറിനടുക്ക പോകേണ്ട കാര്യമല്ല. അങ്ങനെ നബിന്റെ ഖബറിനടുക്ക ചെന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചതുകൊണ്ട് നബിയുടെ ഖബറിന്റെ അടുക്കലാണ് എന്നതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയോ ഉത്തരം ചെയ്യുകയോ നബി അത് കേട്ടിട്ട് ശുപാർശ നടത്തുകയോ ചെയ്യുമെന്ന് സഹാബികൾ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ആ ഖബറിനടുക്ക പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോലും അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ചെയ്ത ആളുകളെ സഹാബികൾ എതിർക്കുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് നബിയോട് തന്നെ സഹാബികൾ ചോദിക്കുകയില്ല. നബിന്റെ ഖബറിനടുക്ക പോയി ചോദിച്ചിട്ടില്ല. അപ്പൊ പരലോകത്ത് ചോദിക്കുന്നതോ? നബി ഖബറിലല്ല, നബി പരലോകത്താണ്, ജീവിച്ചിരിപ്പുണ്ട്,
ചോദിക്കുന്ന ആളുകളും പരലോകത്താണ്. ചോദിക്കുന്നവരും ആരോട് ചോദിക്കുന്നുവോ ആ ചോദിക്കുന്ന നബിമാരും ജീവിച്ചിരിപ്പുള്ളവരാണ്, കേൾക്കുന്നവരാണ്, പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഏത്? നബിന്റെ ഖബറിനടുക്കൽ പോയി പ്രാർത്ഥിക്കുക എന്ന കാര്യം പോലും അവർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്തവരെ സഹാബത്ത് എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നേരത്തെ വിശദീകരിച്ചു പോയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതിന്റെ സൂചന മാത്രം പറയാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി, അതായത് അലി ഹുസൈൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകനായ അലി, ആ പേരക്കുട്ടിയായ അലി റളിയല്ലാഹു അൻഹു വല്യാപ്പ പറഞ്ഞതായി ആരിൽ നിന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറഞ്ഞതായി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് നമ്മൾ നേരത്തെ പലപ്പോഴും സാധാരണ കേൾക്കുന്ന ഒരു ഹദീസാണ്. ലാ തത്തഖിദു ഖബ്രി ഈദൻ വലാ ബുയൂതകും ഖുബൂറൻ ഫഇന്ന തസ്ലീമകും യബ്ലുഗ്നി ഐന കുൻതും എന്ന് പറയുന്ന ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ്. ഈ ഹദീസ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ അലി വേറൊരാൾക്ക് ഓതി കൊടുക്കുകയാണ്. അതാർക്കാ? ഒരാള് നബിന്റെ ഖബറിനടുക്കൽ ഖബറിന്റെ ചുമരിലുണ്ടായിരുന്ന ഒരു വിള്ളൽ അല്ലെങ്കിൽ ഒരു പഴുത്, ഒരോട്ട, നമ്മൾ വിള്ളൽ പഴുതെന്നൊക്കെ പറയില്ലേ, ആ ഓട്ടനടുക്കൽ വന്നുകൊണ്ട് നബിന്റെ ഖബറിലേക്ക് നോക്കി ഫയദ്ഖുലു ഫീഹാ ഫയദ്ഉ, എന്നിട്ട് അവിടെ വന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരോട്? നബിനോടല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഫനഹാഹു, ഈ കണ്ട ആളെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ അലി, അദ്ദേഹം അതിനെ എതിർത്തു. അതാണ് ഇവിടെ സലഫുകൾ നബിന്റെ ഖബറിനടുക്കൽ വന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ തന്നെ സലഫുകൾ എതിർത്തിരുന്നു എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇവിടെ ഈ ആള് വന്നിട്ട് ഇത് ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പോഴെന്നല്ല, ഒരു നബിന്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഏതാനും പതിറ്റാണ്ടുകൾക്ക് ശേഷം പിന്നെ നബിന്റെ ഖബർ കണ്ട ആളുകൾ ആരുമില്ല. അത് അടച്ച് ഭദ്രമാക്കിയതാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹന്റെ ഇത് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇതേ ക്ലാസ് തന്നെ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ ഉള്ളിലാണ് നബിന്റെ ഖബർ. അതിന് ഒരു ജനലുമില്ല, ഒരു വാതിലുമില്ല, ഒന്നുമില്ല. അടച്ചുപൂട്ടിയ 4 ചുമരുകൾ, അതിന്റെ പുറത്ത് വേറെ 2 ചുമരുകൾ, അതിന്റെ പുറത്ത് ഒരു ഗ്രില്ല്, അങ്ങനെ 4 മറകൾക്കുള്ളിലാണ് നബിന്റെ ഖബറുള്ളത്. അവിടെ നബിന്റെ ഖബർ കണ്ട ആളുകൾ ആരുമില്ല. ഈ ആയിഷ ബീവിന്റെ വീടിന്റെ ചുമര് അല്ലാത്ത മറ്റു ചുമരുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ആ കാലത്താണ് വീടിന്റെ അടുക്കൽ വന്നിട്ട് ആ പഴുതുകൂടി ഇങ്ങനെ നോക്കിയിട്ട് നബിനോടല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അതിനെയാണ് ആരെതിർക്കുന്നത്? നബി അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ അലി എതിർക്കുന്നത്. അപ്പൊ ഇതും അങ്ങനെ ആള് വന്നിട്ട് നബിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയാൻ പഴുതില്ല. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ നബിന്റെ ഖബറെടുക്കൽ വന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ അലി എതിർത്തു. എന്നിട്ട് അതിനെന്താ തെളിവ് പറയുന്നത്? നീ ചെയ്യുന്നത് ശരിയല്ല. അലാ ഉഹദ്ദിഥുക്കും ഹദീഥൻ, ഈ വന്ന് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളോട് ഈ പേരക്കുട്ടിയായ അലി പറയാൻ, നബിയിൽ നിന്ന് എന്റെ വല്യാപ്പ കേട്ട, അതായത് എന്റെ വല്യാപ്പയായ അലി നബിയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ലാ തത്തഖിദു ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദായി സ്വീകരിക്കരുത്, ഈദാക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നർത്ഥമുണ്ട്, ആവർത്തിച്ചു വരുന്നത് എന്നർത്ഥമുണ്ട്, ആവർത്തിക്കപ്പെടുന്നത് എന്ന് അർത്ഥമുണ്ട്. മാസത്തിലോ ആഴ്ചയിലോ വർഷത്തിലോ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ ആഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ കൊല്ലവും ആവർത്തിച്ചു വരുന്നതാണ്. ലാ തത്തഖിദു ഖബ്രി ഈദൻ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദായി സ്വീകരിക്കരുത് എന്നാൽ അവിടെ ഉറൂസ് നടത്തരുത് എന്നല്ല, പതിവായി വരുന്ന ഒരു കാര്യമായി സ്വീകരിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നബിന്റെ ഖബറിനടുക്കൽ എപ്പോഴും പോയിട്ട് സലാം പറയുക എന്ന രീതി സഹാബത്ത് സ്വീകരിച്ചിരുന്നില്ല. ഇതൊക്കെ മുമ്പ് സ്വീകരിച്ചതാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ എല്ലാ ഫർളുസ്കാരും കഴിഞ്ഞിട്ട് സലാം വീട്ടി നബിന്റെ ഖബറത്തെ സലാം പറയാ. അങ്ങനെ രീതി സലഫുകൾ സ്വീകരിച്ചിട്ടില്ല. മറിച്ച് സഹാബികൾ ചെയ്ത എന്താ? നാട്ടിൽ നിന്ന് പുറത്തെവിടെങ്കിൽ പോയി തിരിച്ചു വരികയാണെങ്കിൽ നബിന്റെ ഖബറിനടുത്ത് സലാം പറയും. അല്ലാതെ എല്ലാ വക്തനോ അല്ല ആഴ്ചക്കോ അല്ല വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിലോ അങ്ങനെ നബിന്റെ ഖബറിന്റെ അടുക്ക പോവുക എന്നതോ സലാം പറയാൻ പോവുക എന്നതോ പതിവാക്കിയിരുന്നില്ല. വല്ലപ്പോഴും, പ്രത്യേകിച്ച് യാത്രക്ക് കഴിഞ്ഞ് പുറത്തുപോയി തിരിച്ചു വരികയാണെങ്കിൽ. നമ്മുടെ സലഫി പണ്ഡിതന്മാരായ ആളുകൾ ഗ്രന്ഥങ്ങളിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ആളുകൾ 4 ദിവസം അവിടെ കൂടുന്നുണ്ടെങ്കിൽ അല്ലെ 8 ദിവസം കൂടുന്നുണ്ടെങ്കിൽ എല്ലാ ഭക്തനും അല്ലെ എല്ലാ ദിവസവും നബിന്റെ ഖബറിനടുക്ക് പോയി സലാം പറയാ. അങ്ങനെ രീതിയില്ല. നബി പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല.
കാരണം അതെന്താ? ലാ തത്തഖിദു ഖബരി എഴുത, എന്റെ ഖബറിനെ നിങ്ങൾ എഴുതായി സ്വീകരിക്കരുത്. അപ്പോ എപ്പോഴും എന്റെ ഖബറിനടുത്തേക്ക് വരണ്ട, വല്ലപ്പോഴും വന്നിട്ട് സലാം പറഞ്ഞു പോയാൽ മതി. പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബിന്റെ ഖബറിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിനെയാണ് ഇവിടെ ഈ ഹദീസ് ധരിച്ചുകൊണ്ട് പേരക്കുട്ടിയായ അലി എതിർത്തത്. വലാ ബുയൂതക്കും ഖുബൂറ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുമാക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ മയ്യത്ത് മറയരുത് എന്ന ഉദ്ദേശമല്ല ഇവിടെ ഉള്ളത്. അത് പാടില്ല. മയ്യത്ത് മറയേണ്ടത് പുറത്താണ്. വീട്ടിൽ മറവേണ്ടത് പ്രവാചകന്മാരുടെ മയ്യത്ത് മാത്രമാണ്. വീട്ടിൽ വെച്ച് മരിച്ചാൽ എവിടെ മരിക്കുന്നുവോ അവിടെ. നബി ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ മരിച്ചു, അപ്പൊ ആയിഷ ബീവിന്റെ വീട്ടിൽ മറവെയ്തു. അതിന് പ്രവാചകന്മാർ എവിടെ മരിക്കുന്നുവോ അവിടെയാണ് മറവേണ്ടത് എന്ന ഹദീസ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതുകയും അങ്ങനെ എവിടെ മറവെയ്യണം എന്ന പ്രശ്നത്തിന് നബി മരിച്ചപ്പോ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിലൂടെ പരിഹാരം ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അത് പാടില്ല. ഇനി ഇവിടെ വലാ ബുയൂതക്കും ഖുബൂറൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിൽ അല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് നമസ്കാരമില്ല. ഒറ്റ നിസ്കാരമേ ഉള്ളൂ. ഇത് മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആ ഖബറിന്റെ അടുക്കൽ പോയി ആ മയ്യത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കാരം നിർവഹിക്കാം. ഇതല്ലാത്ത ഒരു നമസ്കാരവും ഖബറിന്റെ അടുക്കൽ പാടില്ല. ഷാഫി മദ്ഹബിലെ തന്നെ അറിയപ്പെട്ട ഹൈതമി അദ്ദേഹത്തിന്റെ അൽ കബായിർ എന്നൊക്കെ ആ ഗ്രന്ഥത്തിൽ മറ്റു പല ഗ്രന്ഥങ്ങളിലും ഷാഫി മദ്ഹബിലെ വേറെയും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയാണെങ്കിൽ പോലും ആ നമസ്കാരം ഒരു ഖബറിന്റെ സാലിഹായ ഒരാളുടെ, ഒരു ഔലിയപ്പാപ്പന്റെ ഖബറിന്റെ അടുക്ക പോയി നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിന് പ്രത്യേകം പുണ്യമുണ്ട്. ആർക്കാ? ഖബറിലുള്ള ആൾക്കല്ല നമസ്കാരം. നമസ്കാരം അള്ളാഹുവിനാണ്. പക്ഷെ അത് ഇയാളെ ഖബറിനടുത്ത് നിസ്കരിച്ചാൽ പ്രത്യേകം മഹത്വമുണ്ട് എന്ന് വിചാരിച്ച് പോയി നമസ്കരിക്കുന്നത് പോലും പാടില്ലാത്ത നമസ്കാരം അള്ളാഹുവിനാണെങ്കിൽ പോലും. ഇത് ഷാഫി മദ്ഹബ് തന്നെയുള്ള ഹൈതമിന്റെ ഗ്രന്ഥം പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെങ്കിലും ഉണ്ടോന്നറിയില്ല. കേരളം വിട്ടുപോയാൽ മഖ്ബറയിൽ പോയിട്ട് നിസ്കരിക്കുന്നത് ഒരുപാട് കാണാൻ പറ്റും. വലാ ബുയൂതക്കും ഖുബൂറൻ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിൽ നിസ്കാരമില്ലാത്തതുപോലെ നിങ്ങളുടെ വീട് ഖബറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമസ്കാരമില്ലാത്ത അവസ്ഥയുണ്ടാകരുത്. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇപ്പൊ ലാ തംനഉ മാ അല്ലാഹി മസാജിദല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ അടിയാത്തികളെ, അതായത് സ്ത്രീകളെ പള്ളിയിൽ പോകുന്നതിൽ തടയരുത് എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിൽ എന്താ പറയണത്? നമസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായത് വീടാണ്. രാത്രി നിസ്കാരം, തറാവി നിസ്കാരത്തെ കുറിച്ച് പറയുന്ന ഹദീസിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം പള്ളിയിൽ ജമാഅത്തായി നമസ്കരിച്ചു. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ 4-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നില്ല. അന്ന് ആളുകൾ തടിച്ചുകൂടി. അന്ന് നബി ഓതിയ ഹദീസാണിത്. ഇത് നിങ്ങൾ നമസ്കരിക്കാൻ ഏറ്റവും ഉത്തമം വീടാകുന്നു, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി നിസ്കരിച്ചാൽ മതി. അപ്പൊ ആ ഹദീസിന്റെ തന്നെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, തറാവീഹ് നമസ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ലത് വീടാണോ അല്ല പള്ളിയാണോ, പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിലാണോ പങ്കെടുക്കാൻ നല്ലത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കലാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് എന്റെ ഓർമ്മ വഴിവിളക്കിലെ സുവാൽ ജവാബിൽ കഴിഞ്ഞ വർഷം മറ്റോ ആ കാര്യം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ്. രണ്ടഭിപ്രായമുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയാൻ കാരണം എന്താ? നമസ്കരിക്കാൻ ഏറ്റവും നല്ലത് വീടാണ് എന്ന് പറഞ്ഞാൽ നബി ഹദീസ് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് പറയാൻ സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴികെ. അപ്പൊ സുന്നത്ത് നമസ്കരിക്കാൻ നല്ലത് ഏതാ? വീടാണ്. അപ്പോ നമസ്കരിക്കാൻ ഏറ്റവും ഉത്തമം വീടാണ്, ഫർളൊഴിച്ചിട്ട്. ഫർളിന് നല്ലത് പള്ളിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഫർളും സുന്നത്തും ഒക്കെ പള്ളിയിലാക്കിയിട്ട് വീട്ടിൽ തീരെ നമസ്കാരമില്ലാതെ ഖബർസ്ഥാൻ പോലെ ആക്കരുത് വീടുകളെ. അപ്പൊ വീട്ടിലും സുന്നത്ത് നമസ്കാരങ്ങൾ നടക്കണം. ഫഇന്ന തസ്ലീമക്കും യബ്ലുഗുനി ഐന കുന്തും, നിങ്ങൾ സലാം പറഞ്ഞാൽ, നിങ്ങൾ സലാം പറയുക എന്നത് നിങ്ങൾ എവിടെയായിരുന്നാലും, എവിടെ വെച്ച് ഭൂമിയിൽ ഏത് ഭാഗത്ത് വെച്ച് നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞാലും നിങ്ങൾ പറയുന്ന സലാം തസ്ലീം അത് എനിക്ക് എത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് സലാം പറയാൻ വേണ്ടി നിങ്ങളുടെ ഖബറിലേക്ക് വരേണ്ട കാര്യമല്ല, നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇവിടുന്ന് ഹജ്ജിനോ ഉംറക്കോ പോണ ആളുകൾ അടുക്കലേക്ക് അല്ലെങ്കിൽ മൗലിയാക്കന്മാര് ക്യാമ്പയിൻ നടത്തിയിട്ട് 1 കോടി സലാം അല്ലെങ്കിൽ 10 ലക്ഷം സലാം 1 ലക്ഷം സലാം എന്നിട്ട് ആൾക്കാരെത്തുന്ന ഓരോരുത്തർ എണ്ണീറ്റ് ചാക്കിലാക്കിയിട്ട് എങ്ങനെ സലാം ചാക്കിലാക്കാൻ പറ്റില്ല, എന്നിട്ട് കൊടുത്ത് മൂല്യമാരെ ഏൽപ്പിക്കുക. മൂല്യമാര് അങ്ങോട്ട് പാർസലയക്കുക, അല്ലെങ്കിൽ പെണ്ണ് പോണ ആളെത്ത് കൊടുത്തയക്കുക. എന്റെ 2 സലാം പറയണം, അയ്യ പെണ്ണ് പറഞ്ഞാൽ മതി തന്നാൽ മതി. ഹജ്ജിന് പോണ ആൾക്കാരെ ഇന്റെ സലാം പറയണം നബിനോട് തന്നാൽ അയ്യ പെണ്ണ് പറഞ്ഞാലും കേൾക്കും, ഞാൻ അവിടുന്ന് പറഞ്ഞാലും കേൾക്കും. ഞാൻ കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമല്ല, അതിന് അള്ളാഹു മലക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്നെ ഏൽപ്പിക്കേണ്ട ഇവിടെന്നങ്ങ് പറഞ്ഞാളെ തന്നെ ആരും ഏറ്റെടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ സമ്പ്രദായം തന്നെയില്ല. കാരണം എന്താ? നിങ്ങൾ എവിടെ നിന്ന് സലാം പറഞ്ഞാലും നിങ്ങളുടെ സലാം എനിക്ക് കിട്ടും. ഇതാണ് ഇമാം അഹ്മദിന്റെ ഹദീസിലുള്ളത്. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ്
അതായത് എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്, വീടുകളെ ഖബറുമാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹും അദ്ദേഹം നബിന്റെ ഖബറിനടുക്കൽ വന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്ന ആളെ വിലക്കിയത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് സഹാബത്ത് നബിയോട് ഇസ്തിഗാസ നടത്തുക? ഹറാമായ നിലക്ക് ഉണ്ടാവില്ല. അപ്പൊ പരലോകത്ത് ചോദിക്കുന്നതോ അത് ഹറാമായ ശിർക്കാകുന്ന ഇസ്തിഗാസയല്ല, ജീവിച്ചിരിക്കുന്ന നബിയുള്ളതാണ്. അടുത്തത് അശുഭത്തു സാനിയത്ത് ആഷർ, 12ാമത്തെ സംശയം. വലഹും ശുഭത്തു നുഹ്റ. വലഹും അതായത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുമ്പൊക്കെ മുശ്രിക്കുകൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്യുന്ന, എന്നാൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന മുശ്രിക്കുകളുടെ സംശയം. ഹിയ ഖിസ്സത്തു ഇബ്രാഹിം അലൈഹിസ്സലാം ലമ്മ ഉൽഖിയ ഫിന്നാരി അതറദ ലഹു ജിബ്രീലു അലൈഹിസ്സലാം ഫിൽ ഹവ ഫഖാല അലക ഹാജ. എന്താണ് സംശയം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബിയെ തീയിലിടാൻ വേണ്ടി തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ആകാശത്തിൽ അന്തരീക്ഷത്തിൽ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇബ്രാഹിം തീയിലെറിയപ്പെടാൻ പോകുന്ന ഇബ്രാഹിം നബിയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്രേ, അലക ഹാജ, നിനക്ക് വല്ല ആവശ്യമുണ്ടോ? ഇത് ഇബ്രാഹിം നബിനെ തീയിലേക്ക് എറിയാൻ പോവാൻ, തീയനെ കത്തിച്ച് ആളിക്കത്തുകയാണ്, ഇപ്പൊ എറിയും. അപ്പൊ ജിബ്രീൽ അടുക്കൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്നിട്ട് ജിബ്രീൽ ചോദിക്കാൻ, അലക ഹാജ, നിനക്ക് വല്ല ആവശ്യമുണ്ടോ? ഫഖാല ഇബ്രാഹിം അലൈഹിസ്സലാം, അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, അമ്മാ ഇലൈക ഫല, നിന്നിലേക്കോ അല്ലെങ്കിൽ നിങ്ങളിലേക്കോ ഫല, എങ്കിൽ ഇല്ല. എന്നാൽ നിനക്ക് വല്ല ആവശ്യമുണ്ടോ എന്നാണല്ലോ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നത്. നിങ്ങളിലേക്ക് ആവശ്യമുണ്ടോ, ജിബ്രീലിലേക്ക് ആവശ്യമുണ്ടോ എന്നാണോ ചോദ്യം? എങ്കിൽ ഫല, ജിബ്രീലിനെ എനിക്കൊരാവശ്യമില്ല, ജിബ്രീൽ ചെയ്തു തരേണ്ട ഒരാവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട്, ഇത് തെറ്റോ ശരിയോ എന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യാം. ഇവിടെ ഞാൻ ശൈഖിന്റെ മത്ന് വായിക്കാൻ. ഖാലു, ഈ സംഭവം പറഞ്ഞുകൊണ്ട് മുശ്രിക്കുകൾ പറയുന്നു, ഫലൗ കാനത്തിൽ ഇസ്തിഗാസത്തു ബി ജബ്രായീല അലൈഹിസ്സലാം ശിർകൻ ലം യഅരിൽഹാ അലാ ഇബ്രാഹിം. ഇവിടെ ഇപ്പൊ എന്താണ്? ജിബ്രീൽ വന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കുക, നിനക്ക് വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് ആവശ്യമല്ല, അതാ നീ ചെയ്തു തരേണ്ട ഒരു ആവശ്യമല്ല, നിങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണല്ലോ. അപ്പോ അഥവാ ഇബ്രാഹിം നബി അതെ എനിക്ക് ഇന്നൊരു വിഷയമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായി, അല്ലെങ്കിൽ ഇക്കാര്യം ചെയ്തു തരണം, എന്നെ ആ തീയിലേക്ക് എറിയാൻ പോവുകയാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, അതിനൊരു സാധ്യത അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഇബ്രാഹിം നബി എങ്ങാനും ജിബ്രീലിനോട് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഇബ്രാഹിം നബി ജിബ്രീലിനോട് ഇസ്തിഗാസ ചോദിക്കലല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ശിർക്കായ ഇസ്തിഗാസയല്ലേ നിങ്ങളുടെ വാദപ്രകാരം? ആരുടെ വാദപ്രകാരം? വഹാബികളുടെ വാദപ്രകാരം ഇത് ശിർക്കല്ലേ? അപ്പൊ ഇബ്രാഹിം നബി ശിർക്ക് ചെയ്തവനാകുമോ? ഇതാണ് മുശ്രിക്കുകൾ ചോദിക്കുന്ന ചോദ്യം. അപ്പോ മുശ്രിക്കുകൾ എന്തിനാ അത് ചോദിക്കുന്നത്? സമസ്തക്കാരെ പോലുള്ള ആളുകൾ എന്തിനാ ചോദിക്കുന്നത്? ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല. ജിബ്രീലിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണമെങ്കിൽ എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട് എന്ന് പറയാമായിരുന്നു, നിനക്ക് വല്ല കാര്യമുണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ചെയ്തു തരേണ്ടതുണ്ടോ ഞാൻ എന്ന് ചോദിച്ച് ഇബ്രാഹിം നബിയോട് ജിബ്രീൽ ചോദിച്ചതിൽ നിന്ന് അവിടെ ഒരു ഇസ്തിഗാസക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെ എങ്ങാനും ഇബ്രാഹിം നബി ജിബ്രീലിനോട് ഇസ്തിഗാസ നടത്തിയിരുന്നുവെങ്കിൽ ശിർക്കൻ, അത് ശിർക്കാകുമായിരുന്നില്ലേ? ലം യഅരിൽഹാ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയോട് അത് ശിർക്കായിരുന്നുവെങ്കിൽ ജിബ്രീൽ അങ്ങനെ ഒരു ആവശ്യം, ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്നൊരു കാര്യം ഇബ്രാഹിമിനോട് ജിബ്രീൽ പറയുമായിരുന്നില്ല. സമസ്തക്കാരന്റെ വാദം എന്താ? ഔലിയാക്കന്മാരോട്, സാലിഹ്യങ്ങളോട്, നബിമാരോടും ഒക്കെ എന്ത് ചെയ്യാം, ഇസ്തിഗാസ നടത്താം, ശിർക്കല്ല. അതിനിവിടെ എന്താ തെളിവാക്കണത്? ഇബ്രാഹിം നബിയോട് ജിബ്രീൽ ചോദിക്കുകയാണ്, എനക്ക് വല്ല ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചു, ഞാൻ ചെയ്തുതരാം. അപ്പൊ അങ്ങനെ ജിബ്രീൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇബ്രാഹിം നബിക്ക് ജിബ്രീലിനോട് ചോദിക്കാം എങ്കിൽ ആ ചോദ്യം വഹാബികളുടെ ചോദ്യം അനുസരിച്ച് ഇസ്തിഗാസയാണ്. അപ്പൊ ഇബ്രാഹിം നബിക്ക് ശിർക്കാണെങ്കിൽ, നിങ്ങളുടെ വാദപ്രകാരം ശിർക്കാണെങ്കിൽ ഇബ്രാഹിം നബിയോട് അങ്ങനെ ഒരു കാര്യം വേണമെങ്കിൽ ചോദിച്ചോ എന്ന് ജിബ്രീൽ പറയുമായിരുന്നു. ഇതിലും എന്തില്ല, ഈ സംഭവം ശരിയാണെന്ന് വിചാരിക്കുക. ആണെങ്കിൽ തന്നെ ഇതിൽ മരിച്ച ആളുകളോട് ഇസ്തിഗാസ നടത്താം എന്നതിനുള്ള തെളിവില്ല. കാരണം എന്താ? ഇബ്രാഹിം നബി ഇവിടെ ഹയ്യാൻ, ജീവിച്ചിരിക്കുന്ന ആളാണ്.
ജിബ്രീലോ? ജിബ്രീൽ ഹയ്യാൻ, ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ജിബ്രീലിനോട് ജീവിച്ചിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതോ എവിടെയോ കിടക്കുന്ന ജിബ്രീലല്ല, ഇബ്രാഹിം നബിയുടെ അടുക്കൽ ആകാശത്ത് വായുവിലങ്ങനെ വന്നിക്കുകയാണ്. അപ്പോ ആ കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന ഹാലിറായ, ഹയ്യായ, ഖാദിറായ ജിബ്രീലിനോട് എനിക്ക് ഇന്നൊരു കാര്യമുണ്ട്, എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് മരിച്ചവരോട് നടത്തുന്ന ഇസ്തിഗാസക്ക് തെളിവല്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഇസ്തിഗാസയല്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഹയ്യും ഹാലിറും ഖാദിറുമായ ആളോട് ഒരു കാര്യം ചോദിക്കൽ അനുവദനീയമായ വിഷയം ആ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു. അതുകൊണ്ട് തന്നെ ഖുബൂരികൾക്ക്, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, സമസ്തക്കാർക്ക്, അതുപോലുള്ള ആളുകൾക്കൊന്നും ഇതിൽ യാതൊരു തെളിവുമില്ല. ഫൽ ജവാബ്, ഇനി ഈ സംശയത്തിനുള്ള മറുപടി ശൈഖ് പറയും, അന്നഹാദ മിൻ ജിൻസി ശുബ്ഹത്തിൽ ഊല. ഇതിന്റെ മറുപടി ഒന്നാമത്തെ സംശയത്തിന്റെ അതേ ഇനത്തിൽപ്പെട്ട ഒരു സംശയം തന്നെയാണ് ഈ സംശയവും. അപ്പൊ എന്തായി, നേരത്തെ പറഞ്ഞുപോയ മറുപടികൾ തന്നെയാണ് ഈ 12ാമത്തെ സംശയത്തിനുമുള്ള മറുപടി എന്നതാണ്. ഫൈന ജിബ്രീൽ അലൈഹിസ്സലാം അറള അലൈഹി അൻ യൻഫഅഹു ബി അംരി യഖ്ദിറു അലൈഹി. ഇവിടെ ജിബ്രീൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ഇബ്രാഹിം നബിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, അൻ യൻഫഅഹു, നിനക്ക് ഞാൻ ഉപകാരം ചെയ്യാം, ബി അംരിൻ, ഒരു കാര്യം കൊണ്ട്, യഖ്ദിറു അലൈഹി, ജിബ്രീലിന് കഴിവുള്ള, ജിബ്രീലിന് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ഒരു കാര്യം കൊണ്ട് നിനക്ക് ഞാൻ സഹായം ചെയ്യാം, ഉപകാരം ചെയ്യാം എന്ന് ജീവിച്ചിരിക്കുന്ന ജിബ്രീൽ ജീവിച്ചിരിക്കുന്ന ഇബ്രാഹിമിനോട് ഇങ്ങോട്ട് പറഞ്ഞാൽ അതിൽ ഒരു കുഴപ്പവുമില്ല. ജിബ്രീലിന് കഴിവുണ്ട് എന്നതിനെന്താ തെളിവ്? ഇബ്രാഹിം നബി ചോദിക്കുന്ന കാര്യം ചെയ്തു കൊടുക്കാൻ കമാ ഖാല തആല ഫീഹി, ജിബ്രീലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിലെ 5ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശദീദുൽ ഖുവ ദൂ മിർറത്തിൻ ഫസ്തവ വഹുവ ബിൽ ഉഫുഖിൽ അഅല എന്ന് പറയുന്ന മിഅ്റാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്തിൽ 5ാമത്തെ ആയത്തിൽ ശദീദുൽ ഖുവ. വേറെയും ജിബ്രീലിനെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു ക്ലാസ്സിൽ അത് കുറെ ആയത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ജിബ്രീൽ ആരാ? ശദീദുൽ ഖുവ, ഖുവത്ത്, ഖുവ ശക്തി, ശക്തികൾ, ശദീദ് ശക്തമായവൻ എന്നാൽ നല്ല കഠിനമായ ശക്തമായ ബലമുള്ളവൻ, അതായത് അതിശക്തമായ ബലവാൻ എന്നാണ് ജിബ്രീലിനെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മറ്റു മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ കഴിവ് ജിബ്രീലിനുണ്ട് എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ജിബ്രീലിനുള്ള കഴിവുള്ള ഒരു കാര്യത്തിൽ ചോദിച്ചോ എന്ന് ജിബ്രീൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല. ഫലൗ അതിനല്ലാഹ്, അങ്ങനെ ജിബ്രീൽ സഹായിക്കും എപ്പോഴും അള്ളാഹു ജിബ്രീലിന് അനുവാദം കൊടുത്താൽ, അൻ യഖുദ നാറ ഇബ്രാഹീമ വമാ ഹൗലഹാ മിനൽ അർളി വൽ ജിബാലി. ഇപ്പൊ ഇബ്രാഹിം നബി നിൽക്കുന്ന സ്ഥലമുണ്ട്, തീ കത്തിച്ച ഭൂമിയുണ്ട്, അതിന്റെ ചുറ്റുവട്ടത്തുള്ള മലകളുണ്ട്. ഇതൊക്കെ കൂടി അള്ളാഹു എങ്ങാനും ഇബ്രാഹിം നബി ജിബ്രീലിനോട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജിബ്രീൽ എന്ത് ചെയ്യും? ഇബ്രാഹിം നബിയെയും ഈ തീയും അതിന്റെ ചുറ്റുവട്ടത്തുള്ള മലകളും ഈ ഒന്നായിട്ട് എടുത്തിട്ട് വയുൽഖിയഹാ ഫിൽ മശ്രിഖി അവിൽ മഗ്രിബി ലഫഅല, ഭൂമിയുടെ കിഴക്കേ അറ്റത്തോ പടിഞ്ഞാറേ അറ്റത്തോ എവിടെങ്കിലും കൊണ്ടുപോയി ഇടാൻ അള്ളാഹു അനുവാദം നൽകിയാൽ ജിബ്രീൽ അത് ചെയ്യും. കാരണം ചെയ്യാൻ ജിബ്രീലിന് കഴിയും, അള്ളാഹിന് അനുവാദം കിട്ടിയാൽ മതി. വലൗ അമറഹു അസ്സ വജല്ല അൻ യളഅ ഇബ്രാഹിമ ഫീ മക്കാനിൻ ബഈദിൻ ലഫഅല. ഇനി ഈ തീയും ആ ഭൂമിയും എടുത്ത് വേറെ എവിടെങ്കിലും കൊണ്ടുപോയിടുന്നതിന് പകരം ഇബ്രാഹിം നബിനെ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ അള്ളാഹു കൽപ്പിക്കുകയാണെങ്കിൽ ജിബ്രീലിനോട്, അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യും? ഇബ്രാഹിമിനെ ആ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാക്കും. അപ്പോൾ ഇബ്രാഹിം നബിനെ രക്ഷപ്പെടുത്താലോ. ഒന്നുകിൽ തീയും സ്ഥലവും എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഇബ്രാഹിം നബിനെ എടുത്തുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതും ജിബ്രീൽ ചെയ്യുമായിരുന്നു അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ. വലൗ അമറഹു അൻ യർഫഅഹു ഇല സമാഇ ലഫഅല. ഇനി അള്ളാഹു എങ്ങാനും കൽപ്പിച്ചാൽ ഇബ്രാഹിമിനെ നീ മേലോട്ട് പൊക്കിക്കോ, ആകാശത്തേക്ക് ഉയർത്തിക്കോ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ ഇബ്രാഹിം നബിയെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് ചെയ്യാൻ ജിബ്രീൽ കഴിവുള്ളവരാണ്, ശദീദുൽ ഖുവ. അപ്പോ ഇങ്ങനെ കഴിവുള്ള ജിബ്രീലിനോട് അള്ളാഹു കൽപ്പിച്ചാൽ അതനുസരിച്ച് ജിബ്രീൽ ചെയ്യും. അപ്പൊ ഇത് ഹയ്യും ഹാലിറും ഖാദിറുമായ ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുക എന്ന അനുവദനീയമായ കാര്യത്തിൽപ്പെട്ടതാകുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് ശിർക്കല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഖുബൂരികളായ ആളുകൾ ഉന്നയിക്കുന്ന അവരുടെ ഇസ്തിഗാസക്കുള്ള ഹറാമായ ശിർക്കായ ഇസ്തിഗാസക്കുള്ള ഒരു തെളിവ് ഇതിലില്ല. ഇനി ഇബ്രാഹിം നബി
ജിബ്രീലിനോട് ചോദിക്കുന്നതും ഇത് ജിബ്രീൽ സഹായിക്കുന്നതും ഏതുപോലെയാണ്? വഹാദാ കറജുലിൻ ഗനിയ്യിൻ ലഹു മാലുൻ കസീറുൻ യറാ റജുലൻ മുഹ്താജൻ. ഒരു ഉദാഹരണം പറയാണ് ഷെയ്ഖ്. ഒരാൾ ധനികനായ ഒരാൾ, അയാൾക്ക് എമ്പാടും സ്വത്തുണ്ട്. ഈ ധനികനായ ആൾ റജുലൻ മുഹ്താജൻ, ആവശ്യക്കാരനായ ഒരു മനുഷ്യനെ കാണുന്നു. എന്നാൽ സമ്പത്തിന് ആവശ്യമുള്ളൊരുത്തൻ ഉള്ള ഒരാൾ ഇല്ലാത്ത ഒരാളെ കാണുന്നു. ഫയഅരിദു അലൈഹി അൻ യുഖ്രിദഹു ഔ യഹബഹു ശൈഅൻ യഖ്ലി ബിഹി ഹാജതഹു. അപ്പൊ ഈ പൈസ ഉള്ള ആള് ഇല്ലാത്ത ആളോട് അങ്ങോട്ട് പറയാണ്, നിനക്ക് വായ്പണോ ഞാൻ തരട്ടോ, എന്നോട് ചോദിച്ചോ. ഇനി വല്ല ഹിബ വല്ല ഗിഫ്റ്റും വേണോ ഞാൻ നിനക്ക് തരാം. എന്നിട്ട് നിന്റെ ആവശ്യം ഞാൻ തരുന്ന ഈ ഗിഫ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ വായ്പ കൊണ്ട് നിന്റെ ആവശ്യങ്ങളൊക്കെ നിനക്ക് നിറവേറ്റാം എന്ന് പണമുള്ള ഒരുത്തൻ പണമില്ലാത്ത ഒരുത്തനോട് പറയുന്നു. ഇതുപോലെയാണ് ഇവിടെ ഈ പൈസക്കാരന്റെ സ്ഥാനത്താര്? ജിബ്രീൽ കഴിവുള്ള ആളാണ്. അപ്പൊ കഴിവുള്ള ജിബ്രീൽ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇബ്രാഹിം നബിക്ക് സ്വന്തം കഴിയില്ല. കാരണം ഇബ്രാഹിം നബി ഒറ്റക്കാണ്, മറ്റത് രാജാവും സൈന്യവും നാട്ടുകാരും എല്ലാം കൂടി ഉണ്ട്, തീ കത്തിച്ച് പാകാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം നബിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ ജിബ്രീൽ വന്നിട്ട് ഈ ആവശ്യക്കാരനായ ഇബ്രാഹിമിനോട് പറയാണ്, നിനക്ക് ഓണ ചോദിച്ചിട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം, നിന്നെ രക്ഷപ്പെടുത്താം എന്ന് പറയുമ്പോ ഈ പൈസക്ക് ആവശ്യമുള്ള സാധുവായ ദരിദ്രനായ മനുഷ്യന്മാരാണ്, എനിക്ക് നിങ്ങളെ വായ്പ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ ഗിഫ്റ്റോ സഹായം എനിക്ക് ആവശ്യമല്ല എന്ന് പറയുന്നത് പോലെ ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു? എനിക്ക് നിങ്ങളെ സഹായം വേണ്ട. ഇതുപോലെയാണ് ഇബ്രാഹിം നബി ജിബ്രീൽ പറഞ്ഞതും ഇബ്രാഹിം നബി നിരസിച്ചതും. ഫഅബാ ദാലിക റജുലുൽ മുഹ്താജ്, ഈ പൈസക്ക് ആവശ്യമുള്ള ഈ മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം വിസമ്മതിച്ചു. അൻ യഖുദ, സഹായം ചെയ്യാം, വായ്പ തരാം എന്ന് പറയുന്ന ആളുടെ സഹായ വാഗ്ദാനം ഈ സാധുവായ മനുഷ്യൻ നിരസിച്ചു. അതുപോലെയാണ് ഇബ്രാഹിം നബിയുടെയും ജിബ്രീലിന്റെയും ഈ അവസ്ഥ. വയസ്ബിർ, സഹായം സ്വീകരിക്കാതെ, യസ്ബിറു, ക്ഷമിക്കുന്നു, ഹത്താ യഅതിയഹുല്ലാഹു ബിരിസ്ഖിൻ ലാ മിന്നത ഫീഹി ലിഅഹദിൻ, ഒരാൾക്കും തന്റെ മേൽ ഒരു മിന്നത്തായി അനുഗ്രഹമായി എടുത്തു പറയാനില്ലാത്ത അള്ളാഹു അവന്റെ റിസ്ഖുമായി വരുന്നതുവരെ അയാൾ ക്ഷമിക്കുകയാണ്. അതായത് ഈ സാധുവായ മനുഷ്യൻ വേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? വേറൊരാളുടെ സഹായം സ്വീകരിച്ചാൽ അത് തന്ന, എപ്പോൾ നബി വേറെ ഹദീസിൽ നബി പഠിച്ചിട്ടുണ്ട്, കൊടുക്കുന്നവന്റെ കൈ മേലെയും വാങ്ങുന്നവന്റെ കൈ താഴെയുമാണ്. അപ്പൊ അതുപോലെ സഹായം നൽകുന്നവൻ മേലെയായിരിക്കും, വാങ്ങുന്നവൻ താഴെയായിരിക്കും. മറ്റയാൾക്ക് കൊടുത്തു എന്നൊരു തോന്നൽ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അതുപോലെ ഒരുപക്ഷെ വാങ്ങിയവന് ഞാൻ അയാളും സഹായം സ്വീകരിച്ചല്ലോ എന്നുള്ള ഒരു തോന്നൽ ഇയാൾക്കൊരു വാങ്ങിയ ആൾക്കുണ്ടാകാം. അതുകൊണ്ട് എനിക്കത് വേണ്ടതില്ല എന്ന് ഈ സാധുവായ മനുഷ്യൻ വിചാരിച്ചു. മറിച്ച് എനിക്ക് എന്ത് മതി, ഇയാളുടെ സമ്പത്തോ വായ്പയോ ഗിഫ്റ്റോ ഒന്നും ആവശ്യമില്ല, അള്ളാഹു എനിക്ക് വല്ലതും തരും എന്ന് വിചാരിച്ച് അദ്ദേഹം ക്ഷമിച്ചു, ഈ പൈസക്കാരനെ നിരസിച്ചു. ഇതുപോലെയാണ് ഇബ്രാഹിം നബി ചെയ്ത കാര്യം. ജിബ്രീൽ ഇങ്ങോട്ട് സഹായിക്കാം എന്ന് പറഞ്ഞത് ഈ പൈസക്കാരനെ പോലെയുമാണ്. ഫഅൈന ഹാദാ മിൻ ഇസ്തിഗാസത്തിൽ ഇബാദത്തി വശിർക്കി ലൗ കാനൂ യഫ്ഖഹൂൻ, ഈ പറയുന്ന സംഭവത്തിൽ നിന്ന് എവിടെ കിടക്കുന്നു ഇബാദത്തിന്റെയും ശിർക്കിന്റെയും ഇസ്തിഗാസ ഈ ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ? അപ്പോ ഇതിൽ യാതൊരു ഹറാമായ ശിർക്കാകുന്ന കാര്യമില്ല, ജായിസായ കാര്യമാണ്. അത് ഏതുപോലെയാണ്? പൈസക്കാരൻ പൈസ ഇല്ലാത്തവരത്തിനോട് എന്നെ ഞാൻ സഹായിക്കാമെന്ന് പറയുകയും പൈസ ഇല്ലാത്തവൻ നിരസിക്കുകയും ചെയ്യുന്നത് പോലെയാണ് എന്നൊക്കെ ഉദാഹരിച്ചിട്ട് ശൈഖ് പറയാൻ, ഈ സംഭവം ഇവർ തെളിവായി കൊണ്ടുവരുന്ന ഇക്കാര്യവും മരിച്ചവരോട് ഇബാദത്തായിത്തീരുന്ന ശിർക്കായിത്തീരുന്ന ഇസ്തിഗാസയും തമ്മിൽ എവിടെ കിടക്കുന്നു? രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും തുലനം ചെയ്യാൻ പറ്റുന്നതില്ല. ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അപ്പൊ ഈ പറയുന്ന കൊണ്ടുവന്ന ഈ വാചകത്തിലും മുശ്രിക്കുകൾക്ക് യാതൊരു തെളിവില്ല. ഇനി ഞാൻ അവലംബിച്ചിട്ടുള്ള ശർഹുകളിൽ കാണാത്ത ഒരു കാര്യമാണ് ഈ സംഭവം എന്താണ് എന്ന് പരിശോധിച്ചപ്പോ ഇതിന്റെ സനദ്, ഈ പറയുന്ന വിഷയമുണ്ടല്ലോ, ജിബ്രീൽ വന്നു ചോദിച്ചു, പിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറയുന്നതും ഇതിന്റെ കൂടെ സാധാരണ സമസ്തക്കാർ ഉദ്ധരിക്കാറുള്ള ഒരു വാചകവും വേറെ പല പണ്ഡിതന്മാരും ചർച്ച ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ അതുകൂടി ഇവിടെ വിശദീകരിക്കാൻ, ഹിജ്റ 1162 മരണപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട അജ്ലൂനി എന്നറിയപ്പെടുന്ന, അദ്ദേഹത്തിന്റെ പേര് ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് അൽ അജ്ലൂനി എന്നാണ്. അൽ ജറാഹി എന്നുകൂടി അദ്ദേഹത്തിന്റെ കൂടാതെ അബൂബൈദ് ജറാഹിലേക്ക്, ആ കുടുംബത്തിലേക്ക് ചേർത്തുകൊണ്ട്
അദ്ദേഹത്തിന്റെ കശ്ഫുൽ ഖഫാ വ മുസീലുൽ ഇൽബാസ് അമ്മസ്തഹറ മിനൽ അഹാദീഥി അലാ അൽസിനത്തിൻ നാസ്, ജനങ്ങളുടെ നാവിലൂടെ പ്രസിദ്ധമായ ഹദീത്തുകളിലുള്ള ആശയക്കുഴപ്പങ്ങളെയും അവ്യക്തതകളെയും നീക്കുകയും വെളിവാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ 1136 നമ്പർ വാചകമായി, ഹദീസ് എന്ന് പറയാൻ പറ്റില്ല, ഹദീസായി പറയപ്പെടുന്ന, ജനങ്ങളുടെ അടുക്കൽ ഹദീസായി അറിയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അജ്ലൂനി ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള വാചകം എന്താ? ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലി. ജിബ്രീൽ വന്ന് ആവശ്യം പറഞ്ഞു, അല്ലെങ്കിൽ എനക്ക് വേണം എന്നോട് ചോദിച്ചോ, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി നേരത്തെ പറഞ്ഞ വേണ്ടതില്ല, ഫല അമ്മ ഇലൈക ഫല ഹാജ, നിന്നിലേക്കോ എങ്കിൽ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഒരു വാചകം കൂടി പറഞ്ഞത് ഇത് സമസ്തക്കാരെ ഉദ്ധരിക്കലുണ്ട്. ഹസ്ബി മിൻ സുആലി. ഇബ്രാഹിം നബി ജിബ്രീലിന്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ അള്ളാഹിനോടും ചോദിക്കൂല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നാണ് ഇത് സമസ്തക്കാർ ഉന്നയിക്കലുണ്ട്. എന്താണ്? ഹസ്ബി മിൻ സുആലി, എന്റെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മതി. ഇൽമുഹു ബിഹാലി, എന്റെ അവസ്ഥയെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ അറിവ്. ഞാനിപ്പോ എവിടെയുള്ളത്, എനിക്ക് വല്ല സഹായം വേണ്ടതുണ്ടോ, ഞാൻ ഏതൊരു സ്ഥിതിയിലാണ് എന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് അള്ളാഹുവിനോട് പോലും ഞാൻ ചോദിക്കേണ്ടതില്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ചോദിക്കേണ്ട അവസ്ഥ എനിക്കില്ല. എന്ത് മതി? എന്റെ അവസ്ഥ എന്താണ് എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോടും ചോദിക്കേണ്ടതില്ല എന്ന ഒരു വാചകം. ഇത് എവിടുന്ന് കിട്ടിയതാണ്? ദക്കറഹുൽ ബഗവിയ്യു ഫി തഫ്സീർ സൂറത്തുൽ അംബിയ. സൂറത്തുൽ അംബിയയുടെ തഫ്സീറിൽ ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇടാൻ വേണ്ടി ഫാഹിരിഖൂഹു എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ബഗവി കൊണ്ടുവരാൻ, ബഗവിന്റെ തഫ്സീർ ഇപ്പൊ നേരത്തെ വേറെ ചില ആളുകൾ കവിതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബഗവിന്റെ തഫ്സീർ ഉദ്ധരിച്ച് ഏതായാലും ബഗവിന്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ബഗവിന്റെ സ്വന്തം തഫ്സീർ അല്ല, അത് അതിന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊരു തഫ്സീറിന്റെ സംക്ഷിപ്തമാണ്. ഒരുപാട് ദുർബലതയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ഒഴിവായിട്ടുണ്ടെങ്കിലും ചില അപാകതകളിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യമാണിത്. ബഗവി ഈ ബഗവിന്റെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചു സൂറത്തുൽ അംബിയ. എന്താ അദ്ദേഹം പറയുന്നത്? പക്ഷെ ബഗവി തന്നെ ഉദ്ധരിച്ചിട്ടുള്ളത് ഇത് സഹീഹാണ് എന്നുള്ള നിലക്കല്ല, സഹീഹല്ല എന്നുള്ള നിലക്കാണ്. വ റുവിയ, ഇത് ഞാൻ നേരത്തെ പലപ്പോഴും വിശദീകരിച്ചാണ്. ഇന്ന ആള് റവാ അൻഹ കഥ 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 എന്ന് പറഞ്ഞാൽ ഇന്നാളിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പൊ അതിന് സനദുണ്ടെന്ന് മനസ്സിലായി. ഉണ്ടെങ്കിൽ തന്നെ അത് ദുർബലമാണ് എന്നുള്ളതാണ് റുവിയ, അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നമ്മൾ പറയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോ ബഗവി ഇത് സഹീഹാണ് എന്ന് ഉള്ള നിലക്കല്ല, ദുർബലമാണ് എന്ന നിലക്കാണ് റുവിയ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൻ കഅബിൽ അഹ്ബാരി അന്ന ഇബ്രാഹിമ ഖാല ഹീന ഔസഖൂഹു ലിയുൽഖൂഹു ഫിന്നാരി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക റബ്ബിൽ ആലമീൻ ലക്കൽ ഹംദു വലക്കൽ മുൽക്കു ലാ ശരീക ലക ثم റമൗ ബിഹി ഫിൽ മിൻജനീഖി ഇലൻ നാരി ഫസ്തഖ്ബലഹു ജിബ്രീലു ഫഖാല യാ ഇബ്രാഹിം അലക ഹാജ. കണ്ടോ? ഇതിന്റെ കഅബുൽ അഹ്ബാർ പറയാൻ ഇവിടെ സനദില്ല. കഅബുൽ അഹ്ബാർ എന്ന് പറഞ്ഞാൽ പിൽക്കാലക്കാരൻ. കഅബുൽ അഹ്ബാർ തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നൊക്കെ ഇസ്രായേലിയാത്തുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം അയാൾ അഖിലിത്താപ്പെട്ട ആളായിരുന്നു, പിന്നെ അയാൾ മുസ്ലിമായി. അപ്പൊ അയാൾ ഈ ഇസ്രായേലിയാത്തുകൾ കുറെ ഉദ്ധരിച്ചിട്ടുണ്ട്, സനദില്ലാത്തതൊക്കെ ദുർബലമായ കാര്യങ്ങൾ. അതിനാണ് ഇസ്രായേലിയാത്ത് എന്ന് പറയുക. അപ്പൊ ആ ഇസ്രായേലിയാത്ത് ഉദ്ധരിക്കുന്ന ആളാണ് കഅബുൽ അഹ്ബാർ. സനദുള്ള സഹിയാണ് സ്വീകരിക്കാം. അപ്പൊ ഈ കഅബുൽ അഹ്ബാർ ഇബ്രാഹിം നബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. ഇബ്രാഹിം നബിയെ കെട്ടിബന്ധിച്ച് തീയിലേക്ക് ഇടാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഇബ്രാഹിം ലാ ഇലാഹ ഇല്ലാ അൻത ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലി അള്ളാഹ്ക്ക് സ്തുതിയും കാര്യങ്ങളൊക്കെ അർപ്പിച്ചു. എന്നിട്ട് ലാ ശരീക ലക എന്ന് പറഞ്ഞു. പിന്നെ മിഞ്ചനീഖ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ് മലയാളത്തിൽ തെറ്റാലി യന്ത്രം എന്ന് പറയും. ഈ പീരങ്കിക്ക് പകരം പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനം, ശത്രുക്കളെ എറിയാൻ വേണ്ടിയുള്ള പീരങ്കിയെ ഉപയോഗിക്കുന്നതല്ല, ഉണ്ട ദൂരത്തേക്ക് എറിയാനാണ് പീരങ്കി ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പഴയ കോട്ടയിലൊക്കെ പല മൈസൂർ സുൽത്താന്റെ കോട്ട, അതുപോലെ തന്നെ ടിപ്പു സുൽത്താന്റെ കോട്ട, അതുപോലെ പല കോട്ടയിലും പോയാൽ ഇതുപോലത്തെ സാധനങ്ങൾ കാണാം. അപ്പൊ ഈ തെറ്റാലി യന്ത്രം എന്ന് പറയും, പീരങ്കിന്റെ പഴയ രൂപം. ഈ മിൻജനീഖിൽ കെട്ടി ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിയാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു ഇബ്രാഹിം നബിയുടെ അടുക്കൽ. എന്നിട്ട് ചോദിച്ചു, ഇബ്രാഹിമെ നിനക്ക് വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് മോള് പറഞ്ഞു, നന്നിലേക്കോ എനിക്കൊരു ആവശ്യമില്ല. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, ഫസൽ റബ്ബക. ജിബ്രീൽ പറഞ്ഞു, നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക, നിന്റെ സഹായത്തിന്റെ ആവശ്യമില്ലെങ്കിൽ നീ അള്ളാഹിനോട് ചോദിച്ചോ. ഫഖാല ഇബ്രാഹിം, അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലിൻ തഹ. എന്റെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മതി എന്ത്? എന്റെ കാര്യം അള്ളാഹ്ക്കറിയാം എന്നത്. മനസ്സിലായില്ലേ? അപ്പൊ
നിന്റെ സഹായം വേണ്ടെങ്കിൽ അള്ളഹാനോട് ചോദിച്ചോ എന്ന് ഇബ്രാഹിം നബിയോട് ജിബ്രീൽ പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമല്ല, നിന്റെ കാര്യം അള്ളാഹ്ക്കറിയാം, അള്ളാഹ് വേണമെങ്കിൽ എന്നെ സഹായിച്ചോളൂ. അപ്പൊ ഇത് സൂഫികൾ പറയുന്ന സൂഫി തരീഖത്തിന്റെ കാര്യമാണ്. ഷെയ്ഖ് അൽബാനി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് സൂഫികൾ ഉദ്ധരിക്കുന്ന അവരുടെ ഹിക്മത്തായി, സൂഫികളുടെ ഷെയ്ഖുമാരുടെ ഹിക്മത്തായി പറയുന്ന, യുക്തിയായി പറയുന്ന കാര്യമാണ്. അപ്പൊ ഇബ്രാഹിം നബി അത്രക്ക് ഭക്തനായ തവക്കുലുള്ള ആളായിരുന്നു. അതുകൊണ്ട് അള്ളഹാനോടും ചോദിക്കാൻ പറ്റില്ല. ഇതിന് ഇബ്നു തൈമിയ്യ മറുപടി പറഞ്ഞിട്ട് മറുപടി താഴെ പിന്നെ വിശദീകരിക്കാം. അപ്പോ ഇപ്പം ഇവിടെ പറയുന്നത് അതിന്റെ പരമ്പരയെ കുറിച്ചാണ്. അത് ഈ വാചകം ശരിയാണോ അല്ലേ? അപ്പോ ബഹവി ഇത് ഉദ്ധരിച്ചത് തന്നെ റുവിയ എന്ന നിലക്ക് ഇത് സ്വഹീഹല്ല എന്നുള്ള നിലക്കാകുന്നു. ഇനി അതേ നമ്പറിൽ തന്നെ ബഹവി പറഞ്ഞതായി ഈ പറയുന്ന അജ്ലൂനി പറയാൻ, എന്ത് ഹരിഖൂഹു വൻസുറു ആലിഹത്തക്കും. നിങ്ങൾ ഖുർആനിലായത്ത്, നേരത്തെ പറഞ്ഞ അംബിയയിലായത്ത് അവർ പറഞ്ഞു, അതായത് ഇബ്രാഹിം നബി നമ്രൂദിന്റെ ആളുകൾ പറഞ്ഞു, അവനെ കരിച്ചു കളയുക, ഇബ്രാഹിമിനെ കരിച്ചു കളയുക. വൻസുറു ആലിഹത്തക്കും, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളുടെ ദൈവങ്ങളെയൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞു. അപ്പോ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം മുകളിൽ പറഞ്ഞ വാചകം പറഞ്ഞു, ഖാല ലഹു ഖാസിനുൽ മിയാഹ് ലമ്മാ അറാദ നമ്രൂദു ഇൽഖാഹു ഫിന്നാരി ഇൻ അറത്ത അഹ്മത്തുന്നാറ. അപ്പോ വെള്ളത്തിന്റെ മലക്ക്, അതാണ് ഖാസിനുൽ മിയാഹ്, വെള്ളത്തിന്റെ സംരക്ഷകനായ ആള് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നമ്രൂദ് ഇബ്രാഹിം നബിയെ തീയിലിടാൻ ഉദ്ദേശിച്ചപ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ വെള്ളം കൊണ്ട് ഇവര് കത്തിച്ച തീ കെടുത്തി തരാം. വാത്താഹു ഖാസിനുൽ റിയാഹ്. അപ്പൊ വേറെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ, ജിബ്രീൽ മാത്രമല്ല, വെള്ളത്തിന്റെ ആള് വന്നു, മലക്ക് വന്നു, ഖാച്ചിന്റെ മലക്ക് വന്നു എന്ന് പറഞ്ഞു, ഇബ്രാഹിമെ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇവര് കത്തിച്ച തീയിനെ ഞാൻ വായുവിൽ പറത്തിക്കളയാം. അപ്പൊ പല ആൾക്കാരും വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ട് അനുസരിച്ച്. ജിബ്രീൽ വന്നു, കാച്ചിന്റെ മലക്ക് വന്നു, വെള്ളത്തിന്റെ മലക്ക് വന്നു. അപ്പോഴൊക്കെ ഇബ്രാഹിം നബി പറഞ്ഞു, ലാ ഹാജത്ത ലീ ഇലൈക്കും, നിങ്ങളെ ഒരാവശ്യം എനിക്കില്ല, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ ഇൻതഹ എന്നാണ്. അപ്പൊ ഈ രണ്ട് റിപ്പോർട്ട്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് എന്താ, ഇതൊക്കെ ഈ പറയുന്ന ദുർബലമായ റിപ്പോർട്ട് പെട്ടതാണ്. ഇനി ഇവിടെ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഇവിടെ ഈ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നേരത്തെ ബുക്കിൽ വന്നതല്ല. ഈ വാക്ക് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചത് കാണാം. കാന ആഖിറ കലാമിഹി എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് എറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞ അവസാനത്തെ വാക്ക് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലവൻ അല്ലാഹു ആകുന്നു എന്ന വാക്ക് ഇബ്രാഹിം നബി പറഞ്ഞു. ഇബ്രാഹിമിന്റെ അവസാനത്തെ വാക്ക് അതായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതിന് കുഴപ്പമില്ല. പക്ഷെ എന്ത് കിട്ടൂല, ഞാൻ അള്ളഹാനോട് ചോദിക്കൂല, അള്ളാഹ് തന്നോട്ടലേക്ക് അള്ളാഹിന്റെ കാര്യം അറിയാലോ എന്ന് വരുന്നില്ല. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അത് തവക്കുലിന്റെ വാക്കാണ്. വനിഅമൽ വക്കീൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതൊക്കെ നടത്തിയിട്ട് പിന്നെയാണ് അള്ളാഹിൽ വരമേൽപ്പിക്കേണ്ടത്. വെറുതെ കുത്തിന് തവക്കുലില്ല. ഇനി ഇബ്രാഹിം നബി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഖാല ഇബ്നു അബ്ബാസ് എന്ന് കാണാം. നബി പറഞ്ഞുവെന്നോ നബിയിൽ ഞാൻ കേട്ടുവെന്നോ അതിൽ പറയില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞതായി ആണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. എന്നാൽ നബിന്റെ വാക്കല്ല. അപ്പൊ ഇബ്നു അബ്ബാസ് വെറുതെ പറയോ? ഇല്ല. ചിലപ്പോ അതുകൊണ്ട് തന്നെ സഹീഹുൻ മൗഖൂഫൻ, ഇബ്നു അബ്ബാസ് പറഞ്ഞതായി മൗഖൂഫായി, അതായത് സഹാബിയിൽ നിന്നുള്ള വാക്കായി ഉദ്ധരിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇനി നബി പറയാത്തൊരു കാര്യം ഇബ്നു അബ്ബാസ് പറയോ? അതുമില്ല. അപ്പൊ നബിയിൽ നിന്ന് കേട്ടതായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇബ്രാഹിം നബി പറഞ്ഞത് ഇബ്നു അബ്ബാസ് സ്വന്തം ഉണ്ടാക്കൂലല്ലോ, അപ്പൊ അത് സഹീഹാണ്. അപ്പൊ ആ വാചകത്തിൽ എന്തില്ല, ഇതേ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി അവർ സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്ന് മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലി ഇംറാനിലെ ആയത്ത് ഓതിയിട്ടും അതിന്റെ ബാക്കി തന്നെ ബുഖാരിയുടെ ഹദീസിലുണ്ട്. അപ്പൊ അത് ശരി, അതിലിവിടെ തർക്കമല്ല. ഈ പറഞ്ഞ കാര്യം ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞത്. എന്നാൽ നേരത്തെ പറഞ്ഞ ജിബ്രീൽ വന്നതും ഈ ചോദ്യം അവതരിപ്പിച്ചതും പിന്നെ എനിക്ക് ചോദിക്കേണ്ടതില്ല, അള്ളാഹുവിന് എന്റെ കാര്യം അറിയാലോ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്ന് പറയുന്നതും സ്വീകാര്യയോഗ്യമായ റിപ്പോർട്ടല്ല. ശരിക്കുള്ള സനദില്ല. അപ്പൊ ഇത് ഞാനിപ്പോ ഇത് വായിച്ചപ്പോഴാണ്, തന്നെ മുമ്പ് വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പിന്നെ രണ്ടാമത് തെരഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ചൊക്കെ ഉള്ളത് തെരഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഇത് കാണുന്നത്. നിങ്ങളോട് കേട്ടോ എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ സമസ്തക്കാർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ വാചകം ഞാനിപ്പോ കാണുകയാണ്. അപ്പൊ എന്നാൽ ഈ പുസ്തകം വായിച്ച് ഇത് പരിശോധിച്ചപ്പോൾ കാണുകയാണ്. പിന്നെ നിനക്ക് വല്ല ആവശ്യമുണ്ടോ? എന്റെ ആവശ്യം എനിക്കില്ല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതായിട്ട് നേരത്തെയും പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ വാചകവും
മഅറൂഫുൻ എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞതായിട്ടൊക്കെ കാണാം. പക്ഷെ ആ വാചകം തന്നെ സഹീഹല്ല എന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞത് കിട്ടുന്നത്. ഇനി സഹീഹാണെന്ന് വന്നാൽ തന്നെ അതിലും എന്തില്ല, മരിച്ചവരോട് സഹായം തേടാന്നില്ല. ഇനി ഇതിനെക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഹബ്ദാൻ അദ്ദേഹത്തിന്റെ തൗളീഹാത്തുൽ കാശിഫാത്ത് അല കശ്ഫ് ശുബഹാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കശ്ഫ് ശുബഹാത്തിന്റെ ഒരു ഷർഹ്, നേരത്തെ നമ്മൾ ഇതുവരെ അവലംബിച്ച പുസ്തകമല്ല, 244 പേജിൽ ഇബ്നു ജരീർ തൊബരി ഈ സംഭവം അദ്ദേഹത്തിന്റെ തഫ്സീറിലും താരീഖിൽ 1-ാം ഭാഗം 148 പേജിലും ഹസനിലൂടെ ഹസൻ ബസ്രിയിലൂടെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ സനദ് കൊടുക്കുന്നുണ്ട്. ഹദ്ദസന അൽ മുഅ്തമിർ ഇബ്നു സുലൈമാൻ ഉത്തൈമി അൻ ബഅലി അസ്ഹാബിഹി. കണ്ടോ, അവിടെയും സനദ് ശരിയല്ല, മേലോട്ട് പോണില്ല. മുഅ്തമിർ ഇബ്നു സുലൈമാൻ ഉത്തൈമി അദ്ദേഹത്തിന്റെ ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആൾ എന്ന് പറഞ്ഞാൽ ആരാ? ആളെ പേര് പറയില്ല, ആരിൽ നിന്ന് കേട്ടൊന്നുമില്ല. അയാളുടെ ചില ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചു. അപ്പോ സനദ് പൂർണ്ണമല്ല, മേലോട്ടും പോണില്ല. അയാൾ ആരിൽ നിന്ന് ആണ് കേട്ടത് എന്നുമില്ല, ഇയാൾ സഹാബിയുമല്ല. ഖാല എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ഉദ്ധരിക്കാൻ അൻ ബഅലി അസ്ഹാബിഹി. അപ്പൊ ഇവിടെയും സനദ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാചകം തെളിവായി സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ നേരത്തെ പറഞ്ഞതല്ല, ഇവിടെ സനദ് ഉണ്ടെങ്കിൽ പോലും ആ സനദ് സ്വീകാര്യോഗ്യമല്ല. കാരണം ആരിൽ നിന്ന് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ലാ അൽ ഹദീഥു ബിഹാദൽ ഇസ്നാദ് ലാ യസിഹു. ഈ പറയുന്ന ദുക്തൂർ അദ്ദേഹം പറയാൻ ഇതിന്റെ സനദ് സഹീഹല്ല. ലിഅന്ന ഫീഹി ജഹാലത്ത അസ്ഹാബിൽ മുഅ്തമിർ ബിൻ സുലൈമാൻ അത്തൈമി. ഈ സംഭവം ഉദ്ധരിക്കുന്ന മുഅ്തമിർ ബിൻ സുലൈമാൻ അത്തൈമി എന്ന് പറയുന്ന ആളുടെ ഉസ്താദ് ആരാണ് എന്നതിൽ അവ്യക്തതയുണ്ട്. പിന്നെ ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ കാര്യം വേറെ രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹസ്ബി മിനസ് സുആലി ഇൽമുഹു ബിഹാലി. ആ വാചകത്തെക്കുറിച്ച്, ഈ വാചകത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ആദിഹി സിയാദത്തു മുൻകറത്തുൻ ബാത്തിലത്തുൻ. ഇബ്രാഹിം നബിനോട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചോ എന്ന് ജിബ്രീൽ പറഞ്ഞു എന്നും പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ ആവശ്യമില്ല, അള്ളാഹിന്റെ കാര്യം അറിയാലോ എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്ന് പറയുന്ന ഈ വർദ്ധിച്ചു വന്ന റിപ്പോർട്ട് മുൻകറത്തായ റിപ്പോർട്ടാണ്. എന്നാൽ സഹീഹായി വന്നതിനെതിരാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി ആണെങ്കിൽ തന്നെ എന്താണ്? ബാത്തിലത്തുൻ, ദുർബലമായതാണ്. അതെന്തുകൊണ്ട്? അത് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്ന വാചകത്തിലാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ കാര്യം അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, ഇപ്പറയുന്ന റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം, അതായത് എന്റെ ആവശ്യം എനിക്കില്ല എന്ന് ഇബ്രാഹിം നബി ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞത്, അത് മഅറൂഫുൻ, അറിയപ്പെട്ടൊരു വാചകാണ്. അറിയപ്പെട്ടൊരു വാചകം എന്ന് പറഞ്ഞാൽ ഇത് സനദ് നോക്കിയാൽ ശരിയല്ല, എന്നാൽ ആശയത്തിന് കുഴപ്പമുണ്ടോ? ഇല്ല. ഇതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, പൈസ ഉള്ളൊരുത്തൻ പൈസ ഇല്ലാത്തൊരുത്തനോട് ഞാൻ എനിക്ക് സഹായം തരാൻ പറഞ്ഞാൽ എനിക്ക് എന്റെ പൈസന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റായ കാര്യമല്ല, തവക്കുലിനെതിരല്ല. അപ്പോ അത് അറിയപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് സനദ് സഹീ ആകട്ടെ അല്ലാതാകട്ടെ, ആ വാചകത്തിൽ ഇവിടെ ഒരു കുഴപ്പമില്ല, ആശയത്തിലും കുഴപ്പമില്ല. എന്നാൽ അതിന്റെ അവസാനം പറയുന്ന ഞാൻ ചോദിക്കേണ്ടതില്ല, അള്ളാഹുവിന് എന്റെ കാര്യം അറിയാം എന്ന് പറയുന്നത് കലാമുൻ ബാത്തിലുൻ. ഇബ്നു തൈമിയ്യ പറയാണ് മജ്മൂ ഫത്താവ, ആ വാചകം ബാത്തിലായ കാര്യമാണ്. കാരണം എന്താണ്? പ്രവാചകന്മാരാരും അങ്ങനെ പറയുകയില്ല. കാരണം അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല, ചോദിക്കുകയില്ല എന്ന് ഏതെങ്കിലും നബി പറയോ? നബിമാര് പോകട്ടെ, വിശ്വാസി പറയോ? ഇല്ല. അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതെന്താർത്ഥം? അല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നോട് എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചാൽ അവർ നിന്ദ്യന്മാരായി നരകത്ത് പോകേണ്ടി വരും. ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹിനെ ഇബാദത്ത് എടുക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു വിശ്വാസിക്കോ പ്രവാചകന്മാർക്കോ പറയാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരിക്കലും ഇബ്രാഹിം നബി ഞാൻ ചോദിക്കൂല, വേണമെങ്കിൽ തന്നോട്ടെ എന്ന് ഇബ്രാഹിം നബി പറയുകയില്ല. മാത്രമല്ല, വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പോലെ തന്നെ വേറെയും പല പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? വജ്നുബനി വബനിയ്യ അൻ അഅ്ബുദൽ അസ്നാം ഇന്നി അസ്കന്തു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്ന് പറയുന്ന എന്റെ മക്കളെ ഞാനിതാ ഇവിടെ വീടിന്റെ ഒക്കെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്ര പ്രാർത്ഥന ഇബ്രാഹിം നബി നടത്തിയതുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയ ഇബ്രാഹിം നബി ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ ഞാൻ ചോദിക്കൂല എന്ന് ഇബ്രാഹിം നബി പറയോ? അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ കൽപ്പനകൾക്കും പ്രവാചകന്മാരുടെ നടപടിക്രമങ്ങൾക്കും വിശ്വാസികൾ പാലിക്കേണ്ട മര്യാദക്കും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ചോദിച്ച് വിനയം കാണിക്കുക, താഴ്മ കാണിക്കുക എന്ന ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്ന താഴ്മ ഇതിനൊക്കെ എതിരാണ് എന്ത്? ഞാൻ ചോദിക്കൂല എന്ന് പറഞ്ഞ വാചകം. വഹാദിഹി ലലാലത്തുൻ കുബ്റ,
എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയാണ് ഇത് വലിയ വഴികേടാണ് അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു നബിയും അത്തരം ഒരു കാര്യം ഒരു അഹങ്കാരത്തിന്റെ വാചകം പറയുകയില്ല. ഇതിനെ കുറെ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ ഇവർക്കൊരു കാര്യം മനസ്സിലാകാതെ പോയി. ഇവരെന്തേ പറയാൻ എന്താണ്? അള്ളാഹുവിനെ കീഴ്പ്പെടുക, അള്ളാഹുവിനെ അവലംബിക്കുക, അവനോട് താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടുന്ന ഇബാദത്തിന്റെ താഴ്മയുടെ വിനയത്തിന്റെ ഭാഗമാകുന്നു. അപ്പൊ എങ്ങനെയാണ് ഇബ്രാഹിം നബി അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല എന്ന് പറയാൻ പറ്റുക? വൽ നഖ്തിം അൽ കിതാബ് ബിദിക്രി ആയത്തിൻ അലീമത്തിൻ മുഹിമ്മത്തിൻ തുഫ്ഹമു ബിമാ തഖദ്ദം. മുമ്പ് കഴിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം അവസാനിപ്പിക്കുകയാണ്. ഷെയ്ഖ് പറയാൻ എന്താണത്? നേരത്തെ പറഞ്ഞതൊക്കെ പുറമെ ഗൌരവമുള്ള പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പ് പറഞ്ഞതിനെ തുടർച്ചയായി മനസ്സിലാക്കേണ്ട കാര്യം അതുകൂടി പറഞ്ഞ് ഞാൻ ഈ പുസ്തകം അവസാനിക്കുന്നു. വലാകിൻ നുഫ്രിദുൽ ഹൽ കലാമ ലിഇളമി ശഅനിഹ വലികസ്റത്തിൽ ഗലതി ഫീഹ. ഈ പറയാൻ പോകുന്ന കാര്യം എന്തിനാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്? ഇത് പ്രത്യേകമായി ഇവിടെ ഞാനിത് പറയുന്നത് അതിന്റെ ഗൌരവം കൊണ്ടും പലർക്കും ഇതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടുമാണ് ഈ കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്. എന്താണത്? ഫനഖൂലു ലാ ഖിലാഫ അന്ന തൗഹീദ ലാ ബുദ്ദ അൻ യകൂന ബിൽ ഖൽബി വൽ ലിസാനി വൽ അമൽ. എന്താണ്? യാതൊരു തർക്കവുമില്ല. തൗഹീദ് എന്ന് പറയുന്നത് വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ മാത്രമല്ല. ഇതുവരെ ചർച്ച ചെയ്ത വിഷയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനൊക്കെ മുസ്ലിമാണ്. ഓൻ എന്ത് പറഞ്ഞാലും ശരി, എന്ത് ചെയ്താലും ശരിയോ, മുസ്ലിക്കും കാഫറും ഒന്നും ആവില്ല, അത് കോൺക്രീറ്റ് ആണ്, പൊളിയൂലെന്നാണല്ലോ. അതിനെയാണ് ഇതുവരെ സംശയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അത് തൊള്ളോണ്ട് മാത്രം ഉണ്ടായാൽ പോരാ, മറിച്ച് എന്താണ്? ഒരു തർക്കമില്ലാത്ത അനിവാര്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് തൗഹീദ് എന്നത്. അൻ യകൂന ബിൽ ഖൽബി, ഹൃദയത്തിൽ നിന്നുണ്ടാകണം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അത് വിശ്വസിക്കണം, തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ. വൽ ലിസാൻ, നാവ് കൊണ്ട് പറയുകയും വേണം. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രം പോരാ. വൽ അമലി, മനസ്സിൽ വിശ്വസിച്ച നാവ് കൊണ്ട് പറയുന്ന ആ വാചകം പ്രവർത്തനത്തിലൂടെ കൊണ്ടുവരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അല്ലെങ്കിൽ മനസ്സിൽ അവൻ അറിവുണ്ട്, പക്ഷേ പ്രവർത്തനത്തിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ പ്രവർത്തിക്കുന്നു, അത് തൗഹീദാവുകയില്ല. അപ്പോ ഹൃദയം, നാവ്, അതാണ്ട് മനസ്സിൽ ഉറച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞെന്നൊക്കെ മറിച്ച് പഠിപ്പിക്കില്ലേ? മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞത്. അപ്പൊ ആ വെളിവാക്കി പറയുമ്പോ എന്താ? ചെറിയ ശിർക്കോ വലിയ ശിർക്കോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വാക്കിലുണ്ടാകുന്ന ശിർക്കും പാടില്ല, പ്രവർത്തനത്തിലുണ്ടാകുന്ന ശിർക്കും പാടില്ല. ഇത് അനിവാര്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഫൈൻ ഇഖ്തല്ല ശൈഉൻ മിൻ ഹാദാ ലം യകുനി റജുലു മുസ്ലിമൻ. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരാൾക്ക് വല്ല തകരാറും സംഭവിച്ചാൽ, വിശ്വാസത്തിലോ നാവ് കൊണ്ട് പറയുന്നതിലോ പ്രവർത്തിക്കുന്നതിലോ വല്ല തകരാറും തൗഹീദിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചാൽ ലം യകുനി റജുലു മുസ്ലിമൻ, അവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ സംശയം തെളിവ് ഒന്നും വേണ്ടാക്കിയ ഇത് മനസ്സിലാക്കിയാൽ മനസ്സിലാവും സമസ്തക്കാരൻ മുസ്ലിമാണോ അല്ലേ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു മാറ്റിക്കുന്ന ഖുബൂരി മുസ്ലിമാണോ അല്ലേ. ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 1000 വട്ടം 2 കോടി ചൊല്ലിയാലും ശരി, പാച്ചലായാലും ശരി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതിനെതിരായി മരിച്ചവരോട് ദുആ ചെയ്യുകയും ചെയ്താൽ ലം യകുൻ മുസ്ലിമൻ, അവൻ മുസ്ലിമല്ല. ഫൈൻ അറഫ തൗഹീദ, ഇനി ഒരുത്തൻ തൗഹീദ് മനസ്സിലാക്കി, തൗഹീദ് എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് എന്നൊരുത്തൻ മനസ്സിലാക്കി, വലം യഅമൽ ബിഹി, പക്ഷെ മനസ്സിലാക്കിയ കാര്യമനുസരിച്ച് അവൻ പ്രവർത്തിച്ചിട്ടില്ല. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊരുത്തൻ മനസ്സിലാക്കി, പക്ഷേ പ്രവർത്തന രംഗത്ത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തു. ഫഹുവ കാഫിറുൻ മുആനിദുൻ, അവൻ കാഫിറും അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കുന്നവനുമാണ്. അപ്പോ ഖുബൂരി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നു, ദിക്ർ ചെല്ലുന്നു, ഫർളുസ്കാങ്ങായിട്ട് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബി പഠിപ്പിക്കാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നു, ഇതൊക്കെ ചെയ്താലും ശരി, അവൻ അത് കഴിഞ്ഞിട്ട് ജാറത്തിലേക്കാ പോകുന്നത്, അള്ളാഹു അല്ലാത്തവനോടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ അവൻ കാഫിറുൻ മുആനിദുൻ, അള്ളാഹ്ക്കും റസൂലിനും എതിരായ കാഫിറാകുന്നു. എത്ര വട്ടം ചൊല്ലിയിട്ടും കാര്യമല്ല. കഫിർഔന വ ഇബ്ലീസ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നിട്ട് അതിനൊരു പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അവൻ മുസ്ലിമാണ്, കാനേശുമാരി മുസ്ലിമാണ്, അല്ലെങ്കിൽ പൊതു മുസ്ലിമാണ്, അല്ലെങ്കിൽ മുസ്ലിം കൂട്ടായ്മയിൽപ്പെട്ടവനാണ്, അഹ്ലുൽ ഖിബ്ലയാണ് എന്നല്ല. കഫിർഔൻ, ഫിർഔനെ പോലെ കാഫിറാകുന്നു. ആര്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ശിർക്ക് ചെയ്യുന്നവൻ. ഇത് ആരുടെ വാക്കാ? എന്റെ വാക്കല്ല, മറിച്ച് മുഹമ്മദ് അബ്ദുല്ലഹാന്റെ വാക്കാണ്. വ ഇബ്ലീസ, ഇബ്ലീസ് അള്ളാഹുവിനെ അറിയാം, അള്ളാഹുവിനെ പേടിച്ചവനാണ് ഇബ്ലീസ്. ഇബ്ലീസ് തന്നെ പറയുന്നതായി ഞാൻ അള്ളാഹുവിന് സർവ്വലോക രക്ഷിതാവിനെ ഭയപ്പെടുന്നു എന്ന് ശൈത്താൻ പറഞ്ഞതായി ഖുർആനിൽ 1-ലധികം തവണ കാണാം. അപ്പൊ ശൈത്താൻ അള്ളാഹിനെ കുറിച്ച് അറിവില്ലേ? ഞാൻ അള്ളാഹിനെ ഭയപ്പെടുന്നു,
ഞാൻ ബേക്കോട്ട് പോകാട്ടോ, നിങ്ങളെ കാര്യമായിട്ട് പോയിക്കോളി, നിങ്ങളെ ഞാൻ വലിച്ചോണ്ട് പോകുന്നു, ഇനി ഞാനില്ല. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞതാ, ഇബ്ലീസ് പറഞ്ഞ വാക്ക്. അപ്പൊ ഇബ്ലീസിന് ഇൽമുണ്ട്. ആ ഇബ്ലീസിനെ പോലെ അല്ലെങ്കിൽ ഫിർഔനെ പോലെ അംസാലിഹിമ, ഇബ്ലീസിനെയും ഫിർഔനെ അതുപോലുള്ള ആളുകളെയും പോലെ അള്ളാഹുവിനെതിരായ കാഫിറാകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതിനെതിർ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. വഹാദാ യഗ്ലത്തു ഫീഹി കസീറുൻ മിനന്നാസ്, ഇത് അധിക മനുഷ്യരും പിഴവ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു കാലഘട്ടത്തിലുള്ള അറബികൾ ഇത് പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും കുബൂരികളും അത് EKAPയോ EKPയോ സംസ്ഥാനയോ ദക്ഷിണയോ തബ്ലീഗുകാരനോ ആരുമാകട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അന്നാലും ശിർക്കാവൂല. ഇനി വല്ല മുജാഹിദോ സലഫി എന്ന് വാദിക്കുന്നവനോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും ശിർക്ക് ചെയ്താൽ ഓ മുശ്രിക്കാവൂല, ഓനെ മുസ്ലിങ്ങളായി പരിഗണിക്കേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ, ഖിബ്ലക്കേരെ തിരിയുന്നവരല്ലേ, നമ്മുടെ നമസ്കരിക്കുന്നവരല്ലേ, നമ്മളർത്ഥ തിന്നുന്നവരല്ലേ, അതുകൊണ്ട് അവരെ പുതു മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ അവനാരാ? ഫിറഔൻ ഇബ്ലീസിന്റെയും അവൻ അതുപോലുള്ള ആളുകളെയും ഒക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ പഴുവറ്റിയ ആൾക്കാരാണ്. യഖൂലൂന ഹാദാ ഹഖ്ഖുൻ വനഹ്നു നഫ്ഹമു ഹാദാ വനശ്ഹദു അന്നഹുൽ ഹഖ്ഖു വലാകിൻ ലാ നഖ്ദിറു അൻ നഫ്അലഹു. ഇനി ഇവരുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ പറയും ഹാദാ ഹഖ്ഖുൻ, വഹാബികൾ പറയുന്നത് ശരിയാണ്, ഖുർആനിലായത് ശരിയാണ്, അല്ലാഹ് അത് ഹക്കാണെന്ന് ഞങ്ങൾക്കറിയാം. വനഹ്നു നഫ്ഹമു ഹാദാ, ഈ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, അത് തന്നെയാണ് ഹക്ക്. വനശ്ഹദു അന്നഹുൽ ഹഖ്ഖു, അത് തന്നെയാണ് ഹക്ക് എന്ന് ഞങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ വലാകിൻ ലാ നഖ്ദിറു അൻ നഫ്അലഹു, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു സംസ്കാരം പറയാണ്, കുബൂരി, നിങ്ങൾ പറയുന്നത് വഹാബിയ നീ പറയുന്നത് ശരിയാണ്, മുജാഹിദ് പറഞ്ഞത് ശരിയാണ്, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ ആരോടും ദുആ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ എനിക്കറിയാം, അതൊക്കെ ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, അത് ശരിയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ ഞാൻ ആ കൂട്ടത്തിലായിപ്പോയി, അത് വിട്ടുപോരാൻ നിർവാഹമല്ല, ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്, എനിക്ക് അങ്ങനത്തെ ഞാൻ അതിന്റെ അടുത്ത് കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ അത് വിട്ടുപോരാൻ പ്രയാസമുണ്ട്. കാരണം മഹല്ല് മുടക്കും, ഖബർസ്ഥാൻ മുടക്കും, കല്യാണത്തിന് സർട്ടിഫിക്കറ്റ് ഇല്ല, എക്കാലത്താവും പേടിക്കേണ്ടതില്ല. ആൾക്കാർക്ക് പേടി എന്താ? സമസ്തന്റെ മഹല്ല് വിട്ടുപോന്നാൽ എന്താണ്? പെണ്ണിട്ടിയോ കെട്ടിക്കുകയോ ചെയ്താൽ ചുങ്കം അടക്കണല്ലേ. ഈ കസ്റ്റംസിന് ചെക്ക് പോസ്റ്റിൽ ഫീസ് ടാക്സ് അടക്കുന്നത് പോലെയാണ് നിക്കാഹ് നടത്തിയാൽ പള്ളി കമ്മിറ്റി നിശ്ചിത പൈസ, എന്തെങ്കിലും സർക്കാർ കൊടുക്കാൻ തിരക്കില്ല, ചുങ്കം പിരിക്കാനാണ്. ഇത് നിക്കാഹ് നടത്തിയാൽ ഇത്ര പൈസ കമ്മിറ്റിക്ക്, ആണിന്റേതാണെങ്കിൽ ഇത്ര, പെണ്ണിന്റേതാണെങ്കിൽ ഇത്ര പൈസ, അത് ചുങ്കാണ്, ടാക്സ് ആണ്, പള്ളിക്ക് കൊടുക്കണം ടാക്സ്. സംഭാവനയായി വാങ്ങിക്കോട്ടെ, പിരിവ് കൊടുത്തിട്ട് റെസീറ്റ് മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ ചോദ്യമൊന്നുമില്ല, അത് ടാക്സ് ആണ്. അപ്പോ അങ്ങനെ വാങ്ങാൻ ഇത് മുടക്കും. അപ്പൊ നിക്കാഹിന് സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു ആവശ്യമില്ലെന്ന്. നിക്കാഹിന്റെ സർട്ടിഫിക്കറ്റ് ഇട്ടാൻ പഞ്ചായത്തിൽ ചെന്നാൽ മതി, രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി, അതിന് വാർഡ് മെമ്പറോ ബ്ലോക്ക് മെമ്പറോ പഞ്ചായത്ത് മെമ്പറിന്റെ ഒപ്പുണ്ടായാൽ മതി, പള്ളി കമ്മിറ്റിന്റെ ഒരു കടലാസിന്റെ ആവശ്യമില്ല. ആ ഫീസ് മേടിച്ചിട്ട് ഇല കിട്ടാൻ ചാരം പോണ്ട. പിന്നെ ഖബറിന് സ്ഥലം കിട്ടില്ല വിചാരിച്ചിട്ടും ആരും സമസ്ത വിട്ടുപോയാതെ കണ്ട. കാരണം എന്താ? സർക്കാർ കോടതി ഉത്തരവാണ്. മുസ്ലിമായ സർട്ടിഫിക്കറ്റില്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൽ മാപ്പിള മുസ്ലിം മോപ്പിളാന്നല്ലേ, മാപ്പിള ചില മോപ്പിളാന്നുണ്ടാവും. അങ്ങനെ എഴുതിയ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് ഖബർസ്ഥാനം കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ളോ ഓൻ പള്ളി പെരുന്നാപ്പണം തരലില്ല, ഞങ്ങളെ പള്ളിയിൽ വരലില്ല എന്നൊന്ന് പറഞ്ഞ് മടക്കാൻ പറ്റൂല, കുഴിച്ചിടേണ്ടി വരും. ഈ കോടതി വിധി അനുസരിച്ച് പല പ്രശ്നം ഉണ്ടാക്കിയതും കുഴിച്ചിടേണ്ടി വന്നിട്ട് ഞങ്ങളെ കൈക്കോട്ടും പിക്കാസും കൊട്ടയും തരൂല എന്ന് മഹല്ലുകാരൻ പറയും. ആയിക്കോട്ടെ, അത് നമ്മൾ വേറെ കൊണ്ടുവച്ചാൽ മതി, കുഴിച്ചിടാനൊരു സമ്മതിക്കും, തടയാൻ ഒരു നിർവാഹം ഇപ്പം കേരളത്തിലില്ല. പണ്ട് മുത്തന്നൂർ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് നടന്ന കേസ്, അതൊന്നും ഇപ്പം വലിക്കൂല, തടയാൻ കഴിയില്ല. അപ്പൊ അത് പേടിച്ചിട്ട് ആരും സമസ്ത വിട്ടു പോരാതെ കണ്ട. ഇവര് പറഞ്ഞതാ, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി, പക്ഷേ വലാകിൻ ലാ നഖ്ദിറു അൻ നഫ്അലഹു, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന ചില ആളുകളെയും കാണാം. വലാ യജൂസു എന്ത അഹ്ലി ബലദിന ഇല്ലാമൻ വാഫഖഹും, ഞങ്ങളുടെ നാട്ടുകാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ മഹല്ലുകാരുടെ, മഹല്ല് നീല് പറയില്ലട്ടോ, ബലത്, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ ബലത് നാട്ടുകാരോട് അല്ലെങ്കിൽ മഹല്ലുകാരുടെ അടുക്കൽ പറ്റുകയില്ല. ഇല്ലാമൻ വാഫഖഹും, ഈ നാട്ടുകാരോട് യോജിക്കുന്നവരല്ലാതെ, എന്നാണ് ഞങ്ങളെ മഹല്ലിനോട് യോജിക്കുന്നവർക്കല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റൂല. അതാണ് ഈ വാചകത്തിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രദേശത്തോട് അവർ ചെയ്യുന്നതിനോടൊക്കെ യോജിക്കുന്നവർക്കല്ലാതെ അവിടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞൊക്കെ ഹക്കാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല എന്ന് പറയുന്നവനും ഉഴുതിറില്ല. വഗൈറ ദാലിക മിനൽ അഅ്ദാർ, ഇതല്ലാത്ത പല ന്യായങ്ങളും ഇക്കൂട്ടർ പറയുന്നു. അപ്പൊ ഇതൊക്കെ വെറും ന്യായങ്ങളാണ്. ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. വലം യഅരിഫിൽ മിസ്കീൻ അന്ന ഗാലിബ അഇമ്മത്തിൽ കുഫ്രി യഅരിഫൂനൽ ഹഖ. ഇങ്ങനെയുള്ള ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല, മാത്രം വായിച്ചാൽ തന്നെ വ്യക്തമാവും. ഈ ന്യായം പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ശൈഖ് പറഞ്ഞത് വലം യഅരിഫിൽ മിസ്കീൻ, ഈ സാധുവിന് അറിയില്ല. നമ്മൾ പറയുന്നത് ഈ സാധുവിന് മനസ്സിലായില്ല എന്നാൽ ഇവൻ ഒരു ദുർബലനാണ്, അതിനത്ര ബുദ്ധിയുള്ള സാധാരണക്കാരൻ, ഈ സാധുവിന് മനസ്സിലായിട്ടില്ല
എന്ത് അന്ന ഗാലിബ അഇമ്മത്തിൽ കുഫ്രി. ഇപ്പൊ ഇവന് മനസ്സിലായി, അതാണല്ലോ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, എനിക്ക് അത് വിട്ടുപോരാൻ നിർവാഹമല്ല എന്ന് പറഞ്ഞത് ഒരു ന്യായമല്ല. അപ്പറയുന്നവന് മനസ്സിലായിട്ടില്ല. എന്ത് മനസ്സിലായിട്ടില്ല? അന്ന ഗാലിബ അഇമ്മത്തിൽ കുഫർ, കുഫറിന്റെ ഇമാമുമാരിൽ നേതാക്കന്മാരിൽ അധിക പേർക്കും യഅരിഫൂനൽ ഹഖ്ഖ, സത്യമറിയാം. സമസ്തക്കാരുടെ കൂട്ടത്തിലെ മുസ്ലിയാക്കന്മാരിൽ പലർക്കും വസ്തുതയറിയാം. വഹാബികൾ പറയുന്നതാണ് ശരി, വഹാബികൾ പറയുന്നതാണ് ശരി, പക്ഷേ നമുക്ക് വിട്ടുപോരാൻ നിർവാഹമല്ല. ഒന്ന് ജീവിത പ്രശ്നമാണ്. മൗലവിമാർക്ക് പള്ളി, മദ്രസ, ഖാളി ഇതൊക്കെ വിട്ടുപോന്നാൽ ജീവിക്കാൻ കഴിയില്ല. എന്താക്കും? പേടിയാണ്. പിന്നെ അല്ലാത്തവർക്കോ മഹല്ല് വിട്ടുകല്ലേ നമ്മളിനി എന്ത് ചെയ്യും? ഇത് ഹക്കാന്നറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അറിയാം, സംഗതി അവർക്കറിയാം. യഅരിഫൂന അൽ ഹഖ്ഖ, ഹക്കറിയാം. വലം യത്റുകൂഹു, ഈ ഹക്കിനെ അവർ വിട്ടുപോന്നിട്ടില്ല, അല്ല അവർ ഒഴിവാക്കിയിട്ടില്ല. എന്തുകൊണ്ടല്ല? ഇല്ലാ ലിശൈഇൻ മിനൽ അഅ്ദാർ, ഒരു ന്യായവുമില്ല, വെറുതെ കുറെ ഉതിറിങ്ങനെ പറയാ. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഹക്കിനെ ഒഴിവാക്കിയത്. ഹക്കറിയാത്തത് കൊണ്ടല്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? കുഫറിന്റെ ഇമാമുമാരിൽ തന്നെ അധികം ആളുകളുടെയും സ്ഥിതി ഇതാണ് എന്ന് ഈ ന്യായങ്ങൾ പറയുന്ന സാധുവിന് മനസ്സിലായിട്ടില്ല. കമാ ഖാലതആല, അള്ളാഹു പറഞ്ഞ പോലെ, ഇസ്തറൂ ബി ആയാത്തില്ലാഹി തമനൻ ഖലീലൻ, സൂറത്ത് തൗബയിൽ 9-ാമത്തെ ആയത്ത്. അവരിൽ പലരും എന്ത് ചെയ്യുന്നു? അവർ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പകരം ചില്ലിക്കാശ് വാങ്ങിയിരിക്കുന്നു, കുറഞ്ഞ വില വാങ്ങിയിരിക്കുന്നു. ഫസദ്ദു അൻ സബീലിഹി, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തെ അവർ തടയുന്നു. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നത് എത്ര മോശമായ കാര്യമാണ്. അതായത് അഹ്ലു കിതാബിൽപ്പെട്ട ആൾക്കാർക്ക് സംഗതി അറിയാം. സംഗതി അറിഞ്ഞിട്ട് അവർ അള്ളാഹുവിന്റെ വചനങ്ങളെ, തൗറാത്തിൽ ഇഞ്ചുള്ള കാര്യങ്ങളെ ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി അതിനെ വിറ്റു എന്ന് പറഞ്ഞാൽ ദീന് വിറ്റ് ദുനിയാവ് വാങ്ങി. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഇതുപോലെയാണ് ഇത്, ഈ ആയത്ത് പോലെയും ഇതുപോലുള്ള ആയത്തിൽ പറഞ്ഞതുപോലെയും ദുനിയാവിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനെയും ഹക്കിനെയും വിൽക്കുന്നവരാകുന്നു ഈ കുഫറിന്റെ നേതാക്കന്മാർ, ഉലിയാമാരെ പോലെ. കഖൗലിഹി അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഒരു കൂട്ടം ആളുകൾ, അവർക്ക് നാം കിതാബ് നൽകി, അവർക്ക് ആ കിതാബിനെ അറിയാം. അല്ല, രണ്ട് വ്യാഖ്യാനമുണ്ട്. കിതാബിനെ അറിയാം, അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ അവർക്കറിയാം. കമാ യഅരിഫൂന അബ്നാഅഹും, തങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ മുഹമ്മദ് നബി ഉണ്ടെന്ന ഖുർആനിനെ അവർക്കറിയാം. അതിൽ കിതാബ് അവർക്കറിയാം. കാരണം എന്താ? ഓല കിതാബ് നോൽക്കറിയാം. ഇങ്ങനെ പ്രവാചകൻ വരാണ്ട്, ഇദ്ദേഹം ശരിയായ ഈ കാലത്ത് വരേണ്ട പ്രവാചകനാണ്, അദ്ദേഹത്തിന് ഗ്രന്ഥം കിട്ടും, അതാണ് ഖുർആൻ എന്നൊക്കെ അവർക്കറിയാം. സ്വന്തം മക്കളെ കുറിച്ച് അറിയുന്നത് പോലെ അവർക്കറിയാം. പക്ഷേ വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ, അഹ്ലു കിതാബിൽപ്പെട്ട പണ്ഡിതന്മാര് ഹക്കിനെ മറച്ചുവെച്ചു അറിഞ്ഞുകൊണ്ട്. സൂറത്തുൽ ബഖറ 156. അപ്പൊ ഈ രണ്ടായത്തുകളിലും ഇതുപോലുള്ള ആയത്തുകളിലും പറഞ്ഞതുപോലെ ഇവർക്ക് ഹക്കറിയാം, പക്ഷെ ഹക്കറിഞ്ഞിട്ടും ദുനിയാവിന് വേണ്ടി മറച്ചു വെക്കുകയാണ് എന്ന് ഈ ന്യായം പറയുന്ന സാധുക്കൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ന്യായവും പറയാൻ വകുപ്പില്ല. ഫൈൻ അമില ബി തൗഹീദി അമലൻ ലാഹിറൻ, ഇനി ഒരുത്തൻ മറ്റോൻ തൗഹീദ് മനസ്സിലാക്കി എന്നിട്ട് അതിലേക്ക് വരാതെന്നോ, എന്നാൽ ഓനും കാഫറാണ്. മനസ്സിലായതുകൊണ്ട് കാര്യം മാത്രമല്ല, മനസ്സിലായത് പറയണം, പ്രവർത്തിക്കും വേണം. അപ്പൊ ഇവൻ മനസ്സിലാക്കി, പക്ഷെ പറഞ്ഞതുമില്ല, പ്രവർത്തിച്ചതില്ല. ഇനി ഫൈൻ അമില ബി തൗഹീദി അമലൻ ലാഹിറൻ, ഒരുത്തൻ തൗഹീദ് പ്രവർത്തിച്ചു, വഹുവ ലാ യഫ്ഹമു, പക്ഷെ ഈ പ്രവർത്തിക്കുന്നത് തൗഹീദാണ് എന്ന് അവൻ അറിഞ്ഞൂടാ. ഒരുത്തൻ പിന്നെ ഒരാള് ഹിന്ദുവോ ജൂതനോ ക്രിസ്ത്യാനിയോ ഓൻ ദൈവത്തോട്, ഏകനായ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്നു, പക്ഷെ അത് തൗഹീദാണ് എന്നോ മനസ്സിലാക്കുന്നില്ല. ഓൻ ചെയ്യുന്ന പണി തൗഹീദിന്റെ പണിയാണ്, പക്ഷെ ഇത് തൗഹീദാണ്, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്, ഇതാണ് ഖുർആൻ പറയുന്നത് എന്നോ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഒരുത്തൻ തൗഹീദ് പ്രവർത്തിക്കുന്നു അമലൻ ലാഹിറൻ വഹുവ ലാ യഫ്ഹം, പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നത് തൗഹീദാണ് എന്നവൻ മനസ്സിലാക്കുന്നില്ല. വലാ യഅ്തഖിദു ബിഖൽബിഹി, ഹൃദയം കൊണ്ട് അവൻ വിശ്വസിച്ചിട്ടുമില്ല. അപ്പൊ മനസ്സിൽ ഉറപ്പിച്ച് ഉൾക്കൊള്ളാതെ, നാവ് കൊണ്ട് പറയാതെ ഒരുത്തൻ തൗഹീദ് പ്രവർത്തിച്ചു, വഹുവ മുനാഫിഖുൻ, ഓ മുനാഫിഖാൻ, അകം ഒന്ന് പുറത്ത് വേറൊന്ന്. വഹുവ ശർറു മിനൽ കാഫിരിൽ ഖാലിസ്, മുനാഫിഖ് എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ കാഫിറിനേക്കാൾ മോശപ്പെട്ടവനാകുന്നു. പച്ചയായ കാഫിർ, അതാണ് അൽ കാഫിർ അൽ ഖാലിസ്, കലർപ്പില്ലാത്ത കാഫിർ. കലർപ്പില്ലാത്ത കാഫിറിനേക്കാൾ മോശമാണ് ആര്? മുനാഫിഖ്. അതെന്താ കാര്യം? കാഫിറിനെ തിരിച്ചറിയാം, മുനാഫിഖിനെ തിരിച്ചറിയാൻ കഴിയില്ല. ഓൻ എതിർക്കാനും പ്രയാസേക്കും, കാരണം നമ്മളാളാന്ന് പറയും. അതുകൊണ്ടാണല്ലോ മുശ്രിക്കുകളോടോ കാഫിറുകളോടോ സ്വീകരിച്ച നിലപാട് മുനാഫിക്കുകളോട് നബി സ്വീകരിച്ചിട്ടില്ല. എന്താ കാര്യം? ആൾക്കാരെ തൊള്ള പിടിച്ചിട്ട് മുഹമ്മദിന്റെ ആൾക്കാർ തന്നെ കൊല്ലാൻ തുടങ്ങി, മുഹമ്മദിന്റെ ആൾക്കാർ തന്നെ പുറത്താക്കാൻ തുടങ്ങി എന്ന് മറ്റൊരു പറയും. കാരണം എന്താ? ഇവര് മുസ്ലിങ്ങളെ കൂടെ പള്ളിയിൽ വരുന്നുണ്ട്, നിസ്കരിക്കാൻ വരുന്നുണ്ട്, യുദ്ധത്തിന് പോകുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതാ സാധാരണക്കാരൻ മനസ്സിലാകുമോ? ഇല്ല. നബിക്ക് അള്ളാഹു അനുസരിച്ച് ഇപ്പൊ മുനാഫിക്കാണെന്ന് അറിയിച്ചു കൊടുത്തു. ആ ആളുകളുടെ പേര് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, വേറെ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ല.
പക്ഷെ ആ അറിവ് നമുക്കുണ്ടോ? ഇല്ല. അപ്പോ കാഫറിനേക്കാൾ ഷർറാണ് ആർക്കൊണ്ടുണ്ടാകുക? മുനാഫിക്കും കൊണ്ടുവരിക. അതിപ്പോ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. പുറത്തുള്ള ശത്രുവിനേക്കാൾ ഉള്ളിലുള്ള ശത്രുവിനെ പേടിക്കണം. ഇന്നൽ മുനാഫിഖിന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹും നസീറ. സൂറത്തുൻ നിസായിലെ 145-ാമത്തെ ആയത്തിൽ മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാകുന്നു, അവർക്ക് ഒരു സഹായം കണ്ടെത്താൻ നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് സൂറത്തുൻ നിസായിലെ 145-ാമത്തെ ആയത്തിൽ. അപ്പോ കാഫിർ, മുനാഫിഖ്, ഇതിൽ ഏറ്റവും കടുത്തവനാരാ? മുനാഫിക്കാണ്. എങ്ങനെ? ഈ ആയത്തിൽ എന്താ തെളിവ്? മുനാഫിക്ക് നരകത്തിന്റെ അടിയിലത്തെ തട്ടിലാണ്. സ്വർഗത്തിൽ മേലോട്ട് പോകും തോറും സുഖം കൂടി വരുന്നു. 100 ദർജ പറഞ്ഞല്ലോ. 100ാമത്തെ ദർജ. ഇപ്പൊ ബിൽഡിംഗിൽ 4 ഫ്ലോർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഏതാ? ഫസ്റ്റ്, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്, പിന്നെ ഫോർത്ത്, അങ്ങനെയാണല്ലോ. സ്വർഗത്തിൽ 100 ആണെങ്കിൽ 100ാമത്തെ ഫ്ലോറാണ് ഏറ്റവും മെച്ചപ്പെട്ടത്. നരകത്തിൽ നേരെ ഉൾട്ടയാണ്. ഉൾട്ടാ തലയിരിച്ചിട്ട് താഴോട്ട് പോകും തോറും ശിക്ഷ കൂടി 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 വരുന്നു. ആ ഏറ്റവും കഠിനമായ അടിയിലത്തെ തട്ടിലാണ് ആരാ? മുനാഫിക്ക്. കാഫറിനേക്കാൾ മുസ്ലിക്കാൻ വലിയ ശിക്ഷ മുനാഫിക്കിന്. എന്തുകൊണ്ടാണ്? ഇവൻ ഒളിഞ്ഞ ശത്രുവാണ്, മറ്റവൻ പ്രത്യക്ഷ ശത്രുവാണ്. പ്രത്യക്ഷ ശത്രുവിനെ മനസ്സിലാക്കാം, ഒളിഞ്ഞ ശത്രുവിനെ നേരിടാൻ കഴിയില്ല. വഹാദി മസ്അലത്തുൻ തവീലത്തുൻ തബീനു ലക ഇദാ തഅമ്മൽതഹാ ഫി അൽസിനത്തിൻ നാസ്. ജനങ്ങളുടെ നാവിലുള്ള സംസാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ കാര്യം നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു നീണ്ട വിഷയമാണ്. തറ മൈ യഅരിഫുൽ ഹഖ എന്നൊരു ഒന്നുകൂടി പറയാൻ നിനക്ക് കാണാൻ പറ്റും ഹക്ക് മനസ്സിലാക്കിയവനെ. വയത്രുക്കുൽ അമല, ഹക്ക് മനസ്സിലാക്കി എന്നിട്ട് ഹക്ക് ഒഴിവാക്കി. ലി ഖൗഫി നഖ്സി ദുനിയാഹു, എന്തുകൊണ്ട്? മനസ്സിലാക്കിയ ഹക്ക് കൊണ്ട് അമല് ചെയ്യാൻ അവൻ തയ്യാറാകുന്നില്ല. എന്താ കാര്യം? അവന്റെ ദുനിയാവിന്റെ വിഭവങ്ങൾ ചുരുങ്ങിപ്പോകുമോ എന്നതുകൊണ്ട്. ഏതുപോലെ? മഹല്ലുകാർ ബഹിഷ്കരിക്കോ, കിട്ടുന്ന സഹായം കിട്ടാതെക്കോ, കിറ്റ് കിട്ടാതെക്കോ, അരിച്ചാക്ക് കിട്ടാതെക്കോ, നല്ല സഹായം കിട്ടാതെക്കോ, മഹല്ല് ബഹിഷ്കരിക്കോ എന്നൊക്കെയുള്ള പേടി കൊണ്ട്. ഔ ജാഹിഹി, അല്ലെങ്കിൽ ദുനിയാവിന്റെ സ്ഥാനം. ഔ മുൽക്കിഹി, അല്ലെങ്കിൽ ദുനിയാവിലെ അധികാരം. മുജാഹിദായിട്ട് വന്നാൽ സമസ്തക്കാരൻ വോട്ട് ചെയ്യൂല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ എങ്ങനെ നിൽക്കണ ചില ലീഗുകാരെ കണ്ടില്ലേ? ലീഗിന്റെ കൂട്ടത്തിലുള്ള ചില തൗഹീദ് മനസ്സിലാക്കിയ ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. സ്ഥിരമായി നമ്മുടെ മാസിക പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ എവിടെയും തൊടൂല. അങ്ങനത്തെ ആളുകൾ ജാറത്തില് പിന്നെ അപേക്ഷ കൊടുക്കാൻ പോണെന്ന് ഈ തങ്ങന്മാരെ കൂടെ ജാറത്ത് പോയിട്ട് അവിടെ ദ്വാരക്കടുത്ത് പോയി നിൽക്കുന്നവനുണ്ട്. എല്ലാം ഇങ്ങനെ ലേശം പൊക്കിയോന്ന് വെച്ചാൽ പൊക്കിയില്ലേന്ന് വെച്ചാൽ അല്ല. അതെന്തിനാ? ദുനിയാവ് നഷ്ടപ്പെടുന്നുള്ള പേടി, വോട്ട് പോകുമെന്നുള്ള പേടിക്ക്. ഇതിന്റെ വിശ്വാസത്തിനെതിരാണ്. ഞാൻ ലീഗാണ്, പക്ഷെ നിങ്ങളെ കൂടെ ഞാൻ നിങ്ങൾ പോയി ദ്വാരത്തിന് കൊടുത്തോളി എന്ന് പറയണം തൗഹീദുള്ളവനാണെങ്കിൽ. അതെന്തിനാണ്? അതാണ് ജാഹ്, സ്ഥാനമോ ദുനിയാവോ അധികാരമോ ചുരുങ്ങിപ്പോകുമോ എന്ന് പേടിച്ച് മനസ്സിലാക്കിയ ഹക്ക് പ്രവർത്തിക്കാതെ ഒഴിവാക്കുന്നവൻ. ഇങ്ങനത്തെ മനുഷ്യന്മാരെയും കാണാം. വതറ, നിനക്ക് കാണാം. മൻ യഅമലു ബിഹി ലാഹിറൻ, പ്രത്യക്ഷത്തിൽ അവൻ പ്രവർത്തിക്കുന്നു. ലാ ബാത്തിനൻ, മനസ്സിൽ വിശ്വാസമല്ല. അങ്ങനത്തെ ഉണ്ടാവും. മനസ്സിൽ വിശ്വാസമല്ലാത്തത് ചെയ്ത് കാണിക്കുക. അതെന്തിനാ? നമ്മോട് എതിർപ്പില്ലാക്കാൻ. ഫൈദാ സഅൽതഹു അമ്മാ യഅതഖിദുഹു ബിഖൽബിഹി ഇദാ ഹുവ ലാ യഅരിഫുഹു, അവന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവനോട് ഇനി ചോദിച്ചാൽ ഇദാ ഹുവ ലാ യഅരിഫുഹു, അതിനെക്കുറിച്ച് അവൻ മനസ്സിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവൻ അറിയില്ല. പക്ഷെ പുറത്ത് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, പുറത്തുണ്ട്, ഉള്ളിലില്ല. വലാകിൻ അലൈക ബിഫഹ്മി ആയത്തൈനി മിൻ കിതാബില്ലാഹി തആല, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് 2 ആയത്തുകൾ നീ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതെന്താണ്? ഊലാഹുമ മാ തഖദ്ദം, ഒന്ന് നേരത്തെ പറഞ്ഞതാണ്. ലാ തഅ്തദിറു, ഇത് നേരത്തെ വായിച്ചിട്ടുണ്ട്. ഏത്? യുദ്ധത്തിന് പോയപ്പോ നബിനെ കുറിച്ച്, സഹാബികളെ കുറിച്ച് ഇവര് തീറ്റപ്രിയന്മാരാണ്, കിട്ടുന്നോടത്ത് വില ഓടിച്ചാടി വരും എന്ന് പറഞ്ഞ അവർ വിശ്വസിച്ചത് വരും കാഫറായി പോയി, വിശ്വാസത്തിന് ശേഷം കാഫറായി എന്ന് പറഞ്ഞ തൗബയിലായത്. ലാ തഅ്തദിറു, നിങ്ങൾ ഒരു ന്യായവും പറയേണ്ടതില്ല. അത് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം കാഫറുകളായി തീർന്നിരിക്കുന്നു. ഇൻ നഅഫു അൻ ത്വായിഫത്തിൻ മിൻകും നുഅദ്ദിബു ത്വായിഫത്തൻ ബിഅന്നഹും കാനൂ മുജ്രിമീൻ. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് ഈ ആദ്യ ഭാഗം കിട്ടിയാൽ മതി. ഇവിടെ അങ്ങനെ പല ന്യായം പറയും. ഞാൻ അങ്ങനെ ആയിപ്പോയി, കുടുംബം അങ്ങനെ ആയിപ്പോയി, പശ്ചാത്തലം എങ്ങനെ ആയിപ്പോയി, എന്റെ മഹൽ എങ്ങനെ ആയിപ്പോയി, എന്റെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയാം. ഇവിടെ ഒരു ചെക്കൻ ക്ലാസ് കേൾക്കാൻ വരലുണ്ട്. ഇന്ന് ഇവിടെ എല്ലാം തോന്നും. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഓരോ കുടുംബത്തിലൊക്കെ സമസ്തക്കാരാ. ഈ അടുത്ത പ്രദേശത്തുള്ളവരാണ്, ചില മൊത്തത്തൊക്കെ അറിയാം. ഓരോ കുടുംബത്തിലൊക്കെ സമസ്തക്കാരാണ്. പക്ഷേ ഈ ഒരു 10, 16, 17 വയസ്സുള്ള ചെക്കൻ ക്ലാസ് ഇരുന്നു തൗഹീദ് അനുസരിച്ച് ഇടക്കിടക്ക് വിളിച്ച് സംശയം ചോദിക്കും. ഓനെന്താ? ഓന് പറയാലോ എന്റെ കുടുംബമൊക്കെ എങ്ങനെയാണ്, ഞാൻ അടുത്ത നിൽക്കുകയാണ്, നിർവാഹമല്ല. ചെറിയ ചെക്കൻ തൗഹീദ് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വന്നു. എന്നാ ബാക്കിയില്ലല്ലോ. ലാ തഅ്തദിറു, ഒരു ന്യായം പറയണ്ട. ഹക്ക് മനസ്സിലാക്കി അതിന് ശാമിൽ ചെയ്യുന്നില്ലേ, ഒരു ന്യായം പറയാൻ വകുപ്പില്ല. നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം കാഫറായിരിക്കുന്നു. അപ്പോ വിശ്വസിച്ചു എന്നിട്ട് പിന്നെ അതിനെതിരിൽ ചെയ്താൽ കാഫറായി, പിന്നെ നിങ്ങൾ ന്യായം പറയണ്ട. ഇനി മനസ്സിലായി എന്നിട്ട് ചെയ്യാന്നാലോ, എന്നാലും ന്യായം പറയണ്ട.
ഈ ആയത്തോട് തെളിവായി കൊടുത്തെന്തിനാണ്? ന്യായം പറയുന്ന ആളുകൾക്ക് ആ ന്യായം ഉപകാരപ്പെടുകയില്ല എന്നതിനാണ്. വൈദാ തഹഖഖത അന്ന ബഅദ സഹാബത്തിൽ ലദീന ഗസവു റൂമ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഫറു ബിസബബി കലിമത്തിൻ ഖാലൂഹാ അലാ വജ്ഹിൽ മസ്ഹി. ഈ ആയത്തിന്റെ വിശദീകരണം എന്താണ്? നിനക്കറിയാം, റോമക്കാരോട് നബിയും സഹാബത്തും യുദ്ധം ചെയ്യാൻ പോയപ്പോ ഒരു പറ്റം ആളുകൾ തമാശക്ക് കുഫ്റാകുന്ന വാക്ക് പറഞ്ഞു. തബയ്യന ലക അന്നല്ലദീ യതകല്ലമു ബിൽ കുഫ്രി, തമാശക്കാണെങ്കിലും കുഫറിന്റെ വാക്ക് പറഞ്ഞവൻ വയഅമലു ബിഹി ഖൗഫൻ മിൻ നഫ്സിൽ മാലി ഔ ജാഹിൻ ഔ മുദാറാത്തിൻ ലിഅഹദിൻ ആലമു മിമ്മൻ യതകല്ലമു ബികലിമത്തിൻ യംസഹു ബിഹ. കുഫറിന്റെ വാക്ക് പ്രവർത്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുത്തൻ, അവനെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഇവന് ഹക്ക് മനസ്സിലാക്കിയിട്ട് അതിനെതിരിൽ തമാശക്ക് പറഞ്ഞു. പിന്നെ അതിനേക്കാൾ മോശമാണ് ആര്? ദുനിയാവിന്റെ വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്നോ സ്ഥാനം കുറയുമെന്നോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും സോപ്പിട്ട് അവരുടെ കൂടെ നടക്കാൻ വേണ്ടിയോ മനസ്സിലാക്കിയ ഹക്കിനെതിരിൽ പ്രവർത്തിക്കുന്നവൻ അത് തമാശക്ക് പോലും പറഞ്ഞവനേക്കാൾ അപകടകാരിയാകുന്നു. കാരണം എന്താ? മറ്റൊൻ മനസ്സിലാക്കിയിട്ട് ദുനിയാവിനെതിരെ പ്രവർത്തിക്കുകയാണ്. വൽ ആയത്തു സ്ഥാനിയ, നീ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ആയത്ത്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ഇത് നേരത്തെ വായിച്ച ആയത്താണ്. ഒരുത്തൻ അള്ളാഹുവിൽ അവിശ്വസിച്ചു, വിശ്വാസിയായതിനു ശേഷം ഒരുത്തൻ കാഫറായാൽ ഓൻ കാഫറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എന്നിട്ട് അതിനെതിരായത് വിശ്വസിക്കുകയോ എതിരായത് പറയുകയോ എതിരായത് പ്രവർത്തിക്കുകയോ ചെയ്താൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലക്കുവോ? ഇല്ല. സമസ്തക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, അതിനെതിരായത് പറയുന്നു, ഔസുല്ലാദമേ എന്ന് വിളിക്കുന്നു, പറഞ്ഞതിനെതിരായ വാക്കായി. അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർ സഹായിക്കും എന്നിട്ട് മനസ്സിൽ വിശ്വസിച്ചു, ഓൻ വിളിച്ചിട്ടില്ല എന്നാലും മുശ്രിക്കായി. ഇനി അങ്ങനെ പ്രവർത്തിച്ചു, പറഞ്ഞിട്ടില്ല എന്നാലും മുശ്രിക്കായി. അപ്പോ വിശ്വസിച്ചതിന് ശേഷം ഒരുത്തൻ കാഫറായാൽ ഓൻ ഇസ്ലാമിന്ന് പുറത്തുപോയി തന്നെ. എന്നാൽ ഒരുത്തൻ ഒഴികെ, അതാരാ? ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ മനസ്സ് വിശ്വാസം കൊണ്ട് ശാന്തമായ നിലക്ക് നിലപാട് സ്വീകരിച്ച ഒരുത്തൻ ഒഴികെ, അതായത് ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിക്കൊണ്ട് കൊല്ലപ്പെടും അല്ലെങ്കിൽ കൊല്ലും എന്ന് നിർബന്ധിച്ച സാഹചര്യത്തിൽ എന്ത് ചെയ്തു? കുഫറിന്റെ വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു. അവന്റെ മനസ്സിൽ വിശ്വാസമുണ്ട്, പുറത്ത് പറയേണ്ടി വന്നു, അല്ലെ ചെയ്യേണ്ടി വന്നു, ഓൻ കാഫറാകുമോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞ് വിശദീകരിച്ചു പോയതാണ്. ഇല്ല. അതല്ലാത്ത നിലക്ക് ഒരുത്തൻ വിശ്വാസത്തിനെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവൻ കാഫറായി എന്ന ആയത്ത് നീ മനസ്സിലാക്കണം. ഫലം യഅ്ദുറുല്ലാഹു മിൻ ഹൗലായി ഇല്ലാ മൻ ഉക്രിഹ മഅ കൗനി ഖൽബിഹി മുത്മഇന്നൻ ബിൽ ഈമാൻ, മനസ്സിൽ വിശ്വാസം കൊണ്ട് ശാന്തമാവുകയും നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടി വരികയോ ചെയ്യുന്ന ആളുകൾക്കല്ലാതെ അള്ളാഹു ഉദ്റ് കൊടുക്കുകയില്ല. അമ്മാ ഗൈറു ഹാദാ, എന്നാൽ ഇതല്ലാത്ത ആളുകൾ, ഏതല്ലാത്ത ആളുകൾ? ശിർക്കിനോട് ചായ്വുണ്ടായി, കുഫറിനോട് ചായ്വുണ്ടായി, ഈമാനിനോട് മനസ്സിൽ താല്പര്യമില്ലാത്ത നിലക്ക് ശിർക്കിന്റെയോ കുഫറിന്റെയോ വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഫഖദ് കഫറ ബഅദ ഈമാനിഹി, ഓൻ എന്ത് ചെയ്തു? ഈമാനായതിനു ശേഷം കാഫറായി പോയിരിക്കുന്നു. ഇപ്പൊ ജാറത്ത് പോകണം, ഇല്ലെങ്കിൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണോ ഇവിടെ സമസ്തക്കാരൻ ശിർക്ക് ചെയ്യുന്നത്? അല്ല, ഓനായി തൃപ്തിപ്പെട്ടിട്ടാണ്. ഈമാനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതിനെതിരിലാണ് അവൻ ചെയ്യുന്നത്. ഓന് പിന്നെ എതിരുണ്ടോ? ഇല്ല. പൊതു മുസ്ലിം ആക്കാൻ വകുപ്പുണ്ടോ? ഇല്ല. അല്ലെ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ മോദി പറയുന്നുണ്ടോ ജാറത്ത് പില്ല എന്നെ കൊല്ലും? ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പിന്നെ ഒന്ന് അറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ടാണ് അള്ളാഹു അല്ലാത്തത് ചെയ്തത്. ഒരു എതിറുമില്ല. സവാഅൻ ഫഅലഹു ഖൗഫൻ ഔ തമഅൻ, പ്രതീക്ഷയാലോ പേടിച്ചുകൊണ്ടോ ചെയ്താലും ശരി, ഔ മുദാറാത്തൻ ലിഅഹദിൻ, അല്ലെങ്കിൽ മറ്റാരുടെയും ഒപ്പം സോപ്പിട്ട് അവരുടെ കൂടെ നടക്കാൻ വേണ്ടിയാണെങ്കിലും ശരി, ഔ മശഹത്തൻ ബിവതനിഹി, അല്ലെങ്കിൽ അവന്റെ നാടിനോട് ഉള്ള പിശുക്ക് കൊണ്ടോ, ഔ അഹിലിഹി, അല്ലെങ്കിൽ നാട്ടുകാരോടുള്ള പിശുക്ക് കൊണ്ടോ എന്നാണ്, ഔ അശീറത്തിഹി ഔ മാലിഹി, അല്ലെങ്കിൽ കുടുംബത്തോടോ ധനം കൊണ്ടോ, അല്ലെങ്കിൽ കുടുംബം വിട്ടുകൂടാ, സമ്പത്ത് വിട്ടുകൂടാ, നാട് വിട്ടുകൂടാ, സ്വദേശം വിട്ടുപോയിക്കൂടാ, അതിനോടൊക്കെയുള്ള പിശുക്ക് കൊണ്ടോ, ഇങ്ങനെ എന്ത് കാരണത്താൽ വിശ്വാസത്തിനെതിരെ ചെയ്താലും, ഔ ഫഅലഹു അലാ വജ്ഹിൽ മസ്ഹി, അല്ലെങ്കിൽ തമാശക്കായി ചെയ്താൽ പോലും, തമാശക്ക് പറഞ്ഞവരെ കുറിച്ചാണ് നേരത്തെ നിങ്ങൾ വിശ്വാസത്തിന് ശേഷം കാഫറായി പോയിരിക്കുന്നു എന്ന് സഹാബികളെ പരിഹസിച്ചവരെ കുറിച്ച് തൗബയിലായത്ത് പറഞ്ഞത്. അതാണ് തമാശക്ക് വേണ്ടി ഒരുത്തൻ പറഞ്ഞാൽ പോലും, ഔ ലി ഗൈരി ദാലിക മിനൽ അഗ്റാദി, അല്ലെങ്കിൽ മറ്റെന്ത് ലക്ഷ്യത്തിന് പറഞ്ഞാൽ പോലും അവനൊക്കെ കാഫറാകുന്നു. ഒരു ഉദ്റുമില്ല. ഇല്ലൽ മുക്റഹ്, ഒറ്റ ഒരുത്തനെ ഉദ്റുള്ളൂ. അതാരാ? നിർബന്ധിക്കപ്പെട്ടവൻ. നിർബന്ധിക്കപ്പെടുന്നാൽ ഏതാ നിർബന്ധം? സമസ്തയിൽ തന്നെ നിൽക്കണ്ടോ, അല്ലെങ്കിൽ ജാറത്തിലൊക്കെ പോരണം, അല്ലെങ്കിൽ നേർച്ചയ്ക്ക് പോരണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞു വിചാരിക്കുക. പോകാൻ പറ്റുമോ? ഇല്ല. അന്നെ കൊല്ലും
ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വിഗ്രഹത്തിന് സുജൂദ് ചെയ്തില്ലെങ്കിൽ അന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ അവിടെയും രണ്ട് നിലപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഞാൻ കുമ്പിടൂല, ഞാൻ സുജൂദ് ചെയ്യൂല, ഞാൻ ജാരത്തിലേക്ക് പോരൂല, വിഗ്രഹത്തിന് ആരാധിക്കൂല എന്ന് പറഞ്ഞിട്ട് കൊല്ലപ്പെടാൻ അത് തൃപ്തിപ്പെടുക, അതാണ് ഏറ്റവും അഫ്ളൽ. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ മറന്നുണ്ടാവും. എന്നാൽ മുസ്ലിങ്ങൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ഒരു പണക്കാരനോ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളോ ആണ് അങ്ങനത്തെ ഒരു നാട്ടിലാണെങ്കിൽ അയാൾക്ക് വേറെ നിലപാട് സ്വീകരിക്കാം. എന്താ? അയാൾക്ക് അഫ്ളൽ എന്താ? അവിടെ മരണത്തിന് കീഴ്പ്പെടലല്ല, പിന്നെന്താണ്? കുഫറിന്റെ വാക്ക് പറയലോ പ്രവർത്തിക്കലോ. കാരണം എന്താ? ഇയാൾ കൊല്ലപ്പെട്ടാൽ അയാൾ മാത്രമല്ല കുടുങ്ങുക, പിന്നെ നാട്ടുകാർക്ക് ഇൽമറിഞ്ഞു കൊടുക്കാൻ ഒരു പണ്ഡിതനാടല്ല, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ഒരു നേതൃത്വം കൊടുക്കാൻ ഉള്ള ഒരാളില്ല. അങ്ങനെയുള്ള ഒരാൾ കൊല്ലപ്പെട്ടാൽ ജനങ്ങൾ കൂടി മറ്റു മുസ്ലിങ്ങൾ കൂടി അപകടത്തിൽപ്പെടും എന്നതുകൊണ്ട് അയാൾക്ക് അഫ്ളൽ എന്താണ്? അയാൾ കുഫറിന്റെ വാക്ക് പറയലോ പ്രവർത്തിക്കുക. കാരണം ബാക്കിയുള്ള രക്ഷപ്പെടുത്താൻ. രണ്ട് നിലപാട് നേരത്തെ വിശദീകരിച്ചതാണ്. ഫൽ ആയത്ത് തദുല്ലു അലാ ഹാദാ മിൻ ജിഹത്തൈൻ. ഈ ആയത്ത് രണ്ട് നിലക്ക് ഇക്കാര്യത്തെ സൂചിപ്പിക്കുന്നു. അൽ ഉല ഖൗലുഹു ഇല്ലാ മൻ ഉക്രിഹ. ഇവിടെ ഒരാൾക്ക് മാത്രമാണ് അല്ലാഹ് ഇളവ് കൊടുത്തത്. കൊല്ലപ്പെടുമെന്ന സാഹചര്യം അങ്ങനെ നിർബന്ധിക്കപ്പെടുന്ന ഒരുത്തന് മാത്രം ഉഴുതുണ്ട് കുഫറിന്റെ വാക്ക് പറയാനോ പ്രവർത്തിക്കാനോ. ഫലം യസ്തസ്നി ഇല്ലാ മൻ ഉക്രിഹ. ഇങ്ങനെ വധിക്കപ്പെടും, ജീവൻ പോകും എന്ന നിർബന്ധിത സാഹചര്യം ഇല്ലാത്ത ഒരുത്തന് യാതൊരു ഒഴിവും അള്ളാഹു നൽകിയിട്ടില്ല. വമഅലൂമൻ അല്ലൽ ഇൻസാന ലാ യുക്റഹു ഇല്ലാ അലൽ അമലി വൽ കലാമി വൽ ഫിഇലി ലാ അഖീദത്തിൽ ഖൽബി. ഒരാൾ നിർബന്ധിക്കപ്പെടുകയില്ല ഒരു കാര്യം ചെയ്യാനല്ലാതെ, പറയാനല്ലാതെ, പ്രവർത്തിക്കാനല്ലാതെ. ലാ അഖീദത്തിൽ ഖൽബി, ഹൃദയത്തിലുള്ള വിശ്വാസം നിർബന്ധിക്കാൻ കഴിയില്ല. പറയടാ, ചെയ്യടാ, അങ്ങനെ കാണിക്കടാ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും. പക്ഷെ മനസ്സിലെ വിശ്വാസം നിർബന്ധിക്കാൻ പറ്റുമോ? നിർബന്ധിച്ചാൽ വിശ്വാസം മാറ്റേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. വിശ്വാസമുള്ള പുറത്തുള്ള ആൾ നോക്കിയാൽ കാണാണോ? ഇല്ല. അപ്പൊ വിശ്വാസം ഒരിക്കലും മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല, പ്രവൃത്തിയെ മാറ്റേണ്ടതുള്ളൂ. അപ്പൊ പ്രവൃത്തി അല്ലെങ്കിൽ വാക്ക് അതൊരുത്തൻ മാറ്റി ഹൃദയത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഓൻ ഉഴുതറുണ്ട്, ഓൻ മുസ്ലിം തന്നെ. എന്നാൽ പറയേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു, അതോടൊപ്പം ഓന്റെ മനസ്സുകൂടി അവൻ മാറ്റം വരുത്തി ശിർക്കിനോടോ കുഫറിനോടോ ചായ്വ് കാണിച്ചാൽ ഓൻ ആരല്ല? ഉഴുതറുള്ളവനല്ല. ആ പറഞ്ഞത്. അസ്സാനിയ, രണ്ടാമത്തെ കാര്യം, ഖൗലുഹു തആല ദാലിക ബിഅന്നഹും ഇസ്തഹബ്ബു അൽ ഹയാത്ത ദുനിയ അലൽ ആഖിറ വഅന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. പിന്നെ ഈ കൂട്ടർ ദുനിയാവിലെ ജീവിതത്തെ അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തിനേക്കാൾ? പരലോകത്തേക്കാൾ. ഹക്ക് മനസ്സിലാക്കിയിട്ട് ശിർക്കും കുഫറും വിട്ട് ഹക്കിലേക്ക് ഇങ്ങോട്ട് പോരാത്തവന് എന്തിനോടാണ് ഇഷ്ടം? മഹലിനോടാണ് ഇഷ്ടം, മഹലിൽ നിന്ന് കിട്ടുന്ന സഹായത്തോടാണ് ഇഷ്ടം, നാട്ടുകാരോടാണ് ഇഷ്ടം, കുടുംബക്കാരോടാണ് ഇഷ്ടം, അധികാരത്തോടാണ് ഇഷ്ടം, അല്ലെങ്കിൽ സ്ഥാനത്തോടാണ് ഇഷ്ടം. ഇതൊക്കെ ഈ പറഞ്ഞ ഇസ്തഹബ്ബു അൽ ഹയാത്ത ദുനിയ, ദുനിയാവിനോട് അവർ ഇഷ്ടം വെച്ചു. എന്തിനേക്കാൾ? അലൽ ആഖിറ. ഈ സഹായം പോയാലും, മഹല്ല് ബഹിഷ്കരിച്ചാലും, കുടുംബം ബഹിഷ്കരിച്ചാലും, പുറത്താക്കിയാലും, അനന്തരം കിട്ടാതിരുന്നാലും, ആട്ടി പുറത്താക്കിയാലും ശരി, എനിക്ക് വേണ്ടത് പരലോക ജീവിതമാണ് എന്നുണ്ടെങ്കിൽ ഓന് മഹല്ലും കുടുംബവും കാര്യവും സ്വത്തും ഒക്കെ വിട്ടുങ്ങോട്ട് പോരും. അതില്ലാത്തവൻ ദുനിയാവിനെ കെട്ടിപ്പടിച്ച് കിടക്കുകയാണ്. പരലോകത്തെ അവൻ മാറ്റി നിർത്തിയിരിക്കുന്നു. വഅന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ദുനിയാവിനോട് പ്രിയം വെച്ച് പരലോകത്തിനോട് ഇഷ്ടമില്ലാത്ത ജീവിക്കുന്ന ഈ കാഫറുകളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. ഫസറഹ അന്നൽ അദാബ ലൻ യകുൻ ബിസബബിൽ ഇൽതിഖാദി വൽ ജഹ്ലി വൽ ബുഗ്ദി ലിദ്ദീനി വമഹബ്ബത്തിൽ കുഫ്രി. ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി അന്നൽ അദാബ, ശിക്ഷ, ലം യകുൻ ഉണ്ടാവുകയില്ല ബിസബബിൽ ഇൽതിഖാദി, വിശ്വാസത്തിന്റെ കാരണം കൊണ്ടോ, വൽ ജഹ്ലി അറിവില്ലായ്മ കൊണ്ടോ, വൽ ബുഗ്ദി ലിദ്ദീനി മതത്തോടുള്ള വെറുപ്പ് കൊണ്ടോ, ഔ മഹബ്ബത്തിൽ കുഫ്രി അല്ലെങ്കിൽ കുഫറിനോടുള്ള ഇഷ്ടം കൊണ്ടോ, വഇന്നമാ സബബുഹു അന്ന ലഹു ഫീ ദാലിക ഹല്ലൻ മിൻ ഹുദൂദിദ് ദുനിയ വആസറഹു അലദ്ദീനി വല്ലാഹു അഅലം. എപ്പോഴാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം ദുനിയാവിനോടുള്ള ഒരു ഇഷ്ടം അവനുണ്ടാവുകയും അങ്ങനെ അവൻ മനസ്സിലാക്കിയ ഹക്കിനേക്കാൾ ദീനിനേക്കാൾ ദുനിയാവിനെ അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു ഒരുത്തനെ ശിക്ഷിക്കുന്നത് എന്ന് അള്ളാഹു ഈ ആയത്തുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. വല്ലാഹു അഅലം. അപ്പൊ എന്താ പറഞ്ഞ ചുരുക്കം? അവസാനം പറഞ്ഞ ചുരുക്കം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമല്ലെന്ന, ഹൃദയത്തിൽ വിശ്വാസമുണ്ടാകണം, നാവ് കൊണ്ട് പറയണം, ചെയ്തു കാണിക്കണം. ഇതിലേതെങ്കിലും ഒന്നിന് തകരാറ് സംഭവിച്ചാൽ ഓന്റെ ദീൻ പോയി. അതിൽ ഒഴിവുള്ള ഒരുത്തനേ ഉള്ളൂ. അതാരാ? കൊല്ലപ്പെടും അല്ലെങ്കിൽ കൊല്ലും എന്ന് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല. അതാരും കാണൂല. അവിടെ മനസ്സിൽ തൗഹീദ് തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്ത്
കുഫറിന്റെയോ ശിർക്കിന്റെയോ വാക്ക് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവൻ അള്ളാഹു ഉദുർ കൊടുക്കും. അല്ലാത്ത ഒരുത്തനും വിവരം കിട്ടിയിട്ട് ദുനിയാവിന് വേണ്ടിയോ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഏത് കാരണത്താലാണെങ്കിലും ഈ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്കുകയോ ചെയ്താൽ അവന് ഒരു ഉദുറുമില്ല. ഉദുർ ഒരുത്തനേ ഉള്ളൂ. ആർക്ക്? മുക്റഹ്. അപ്പോ ഈ കുബൂരികൾക്കൊന്നും എന്തില്ല? ഉദുറില്ല. ഉദുർ എപ്പുണ്ടാവും? മുക്റഹാണെങ്കിൽ. മുക്റഹ് എന്നാൽ നിർബന്ധിക്കപ്പെട്ടവൻ. ഇവിടെ ആരും നിർബന്ധിക്കപ്പെട്ടിട്ടല്ല ശിർക്ക് ചെയ്യുന്നത്, മനസ്സുകൊണ്ടറിഞ്ഞ് സന്തോഷിച്ചാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ദുനിയാവിനെ തെരഞ്ഞെടുത്തത് കൊണ്ട്. അതുകൊണ്ട് ഒരു രക്ഷയില്ല, പൊതു മുസ്ലിമാക്കാൻ ഒരു ന്യായവുമില്ല. എന്നാൽ ഒരുത്തന്റെ കാര്യത്തെ നമ്മൾ മുസ്ലിമാണോ അല്ല കാഫറാണോ രണ്ടും പറയാത്തൊരവസ്ഥ ഉണ്ട്. അതെപ്പോഴാ? ഇത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന വിവരം കിട്ടാത്ത ഒരു മനുഷ്യൻ ദുനിയാവിലുണ്ടെങ്കിൽ ഓന്റെ കാര്യത്തിൽ എന്തു പറയാം? മുസ്ലിമാണെന്നറിയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചോ? ഇല്ല, അംഗീകരിച്ചില്ല. ഓനെ കേട്ടിട്ടില്ല. അപ്പോ അംഗീകരിക്കാത്തത് കൊണ്ട് ഓനെക്കുറിച്ച് മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. ഓനെക്കുറിച്ച് കാഫിർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓന് അങ്ങനെ സാധനം ഉണ്ടെന്ന് ഓൻ മനസ്സിലായിട്ടില്ല. അപ്പൊ രണ്ടിനുള്ള നിർവാഹമല്ല. ഇത് നേരത്തെ വായിച്ചതാ. അവനെക്കുറിച്ച് കാഫിർ എന്ന് നമ്മൾ പറയില്ല, എന്നാൽ മുസ്ലിം എന്നും പറയില്ല. അങ്ങനെ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളോട് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അംഗീകരിക്കണം. ഇനി അറബി അറിയാത്തൊരു തന്നെ അത് വിശദീകരിച്ചെടുത്തു. ഓൻ അപ്പത് സ്വീകരിച്ചു. അപ്പോ ഓനെ മുസ്ലിം അറിയാം. ഇത് പറഞ്ഞു കൊടുത്തിട്ടും ഞാനത് അംഗീകരിക്കൂല, അല്ലെങ്കിൽ എനിക്ക് അപ്പറിയണം അങ്ങനെ തന്നെ മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാവാത്തൊരു വിഷയമല്ല. ഏത് സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന്റെ മുന്നിൽ ഒരു ഉദുറും പറയാനില്ല. അത് പറഞ്ഞെടുത്തിട്ട് ഓൻ അംഗീകരിക്കുന്നില്ലേ, അപ്പൊ ഓനെന്ത് വിളിക്കാം? കാഫർ എന്ന് വിളിക്കാം. ഒരു സെക്കൻഡോട് മാറാം. ഈ വിവരം കൊടുത്തോൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ഓൻ മുസ്ലിമായി. ഇല്ലേ, അപ്പം തന്നെ ഓൻ കാഫറായി. ഈ വിവരം കിട്ടാത്തൊരുത്തനാണെങ്കിൽ അതുവരെ ഓനെക്കുറിച്ച് മുസ്ലിം എന്നും പറയില്ല, കാഫർ എന്നും പറയില്ല. അങ്ങനെ ലോകത്താരങ്ങൾ ഉണ്ടാകുമോ? കേരളത്തിലുള്ള സമസ്തക്കാരനോ കുബൂരിയോ ഈ ഒരവസ്ഥയിലാണോ? അല്ലെങ്കിൽ ഇവിടുത്തെ അച്ചായൻ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഇവിടെ വല്ല ജൂതനോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവോ ആണോ? അല്ല. എല്ലാവർക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയാം. ബാങ്ക് കേൾക്കാത്തൊരുത്തനുമില്ല, മുഹമ്മദ് റസൂലുള്ളാഹി കേൾക്കാത്തവനല്ല, ലാ ഇലാഹ പറയാത്തവനല്ല, അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് കൃത്യമായി പറയുന്ന ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം മുസ്ലിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നേരത്തെ നീച്ച് ബാങ്ക് കേൾക്കുന്ന എത്ര ആൾക്കാരുണ്ട്. എന്റെ നാട്ടിലുണ്ട് നായർ. ഓൻ പറയും നിങ്ങളെ മാപ്പിള ജില്ലയുടെ ബാങ്ക് ഞാൻ പറഞ്ഞത് സുബൈ ബാങ്ക്, കാരണം അവൻ സുബൈന്റെ മുമ്പ് എണീക്കും. അപ്പൊ അതാണ് എല്ലാരും കേട്ടവരാൻ. കേട്ടാ പിന്നെ അന്വേഷിക്കേണ്ടി പഠിക്കേണ്ടതും അവരെ ബാധ്യതയാണ്. അപ്പൊ 16-17 ക്ലാസുകളിലായി വളരെ ചെറിയൊരു പുസ്തകം അതിന്റെ വിശദീകരണത്തോടുകൂടി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉള്ള അതേ സ്ഥിതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഈ ക്ലാസുകളൊക്കെ ശരിക്കും നമ്മൾ കേട്ട് മനസ്സിലാക്കുകയും ഇനിയും കേൾക്കുകയും പലവട്ടം കേൾക്കുക, എന്നിട്ട് വീണ്ടും നല്ല തികഞ്ഞ ആയുധം, ഇത് മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആയുധം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പതറിപ്പോവില്ല. ഏത് ന്യായം പറഞ്ഞു വരുന്നവനോടും ഇതൊക്കെ ന്യായീകരിക്കാൻ വരുന്നവനോടും ഇങ്ങനെ പൊതു മുസ്ലിമിന്റെ കൂട്ടരുണ്ട് എന്ന് പറഞ്ഞു വരുന്നവരോടൊക്കെ രണ്ടു കൂട്ടരോടും പറയാൻ ഈ പറഞ്ഞ കിതാബ് എമ്പാടും മതി. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇത് വീണ്ടും കേട്ട് പഠിക്കാനും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം. ഈ കേട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ക്ലാസുകളിൽ ഇവിടെ കേട്ട ആളുകൾക്ക്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇതിനെ പള്ളിയുണ്ടാക്കി ഇത്തരം ക്ലാസുകൾ എടുക്കാൻ സൗകര്യമൊരുക്കിയ ആളുകൾക്കും അതിനൊക്കെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റെവിടെങ്കിലും വെച്ച് ക്ലാസ് കേൾക്കുന്നത് പോലെയല്ല, പള്ളിയിൽ വെച്ച് മഗ്‌രിബ് ഇശാന്റെ അടുക്കാണ് നമ്മൾ ഈ ക്ലാസ് ഇത്രയും സമയം കേട്ടിട്ടുള്ളത്. 1 മണിക്കൂറും ചില്ലറയും. അപ്പൊ 17 മണിക്കൂർ, ഏതാണ്ട് ഒരു 18 മണിക്കൂറോ അതിലധികമോ മൊത്തം ക്ലാസ്സുകൾ കൂടിയാലുണ്ടാവും. അത്രയും സമയം പള്ളിയിലിരുന്നതിന് പല ഹദീസുകൾ നമ്മൾ കേട്ടതുപോലെ 4 ഫضലുകൾ, ശ്രേഷ്ഠതകൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ആ പ്രതിഫലത്തോടുകൂടി ഇരുന്ന് നമുക്ക് ഉണ്ടാകട്ടെ. അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഏതെങ്കിലും പുസ്തകം പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. 1-2 പുസ്തകങ്ങൾ മനസ്സിലുണ്ട്. ഏതെങ്കിലും അഖീദയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം തന്നെ ഇനിയും വായിക്കാനാണ് അടുത്ത ക്ലാസ് മുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാനുള്ളത്, വളരെ ആഴത്തിൽ ഈ വിഷയം നമ്മൾ പഠിച്ച് നമ്മൾ സായുധരാകണം.